Hello students, November 16, 2022 നടന്നിട്ടുള്ള ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. Zodiac അക്കാഡമിയിലെ ലബോറട്ടറി ടെക്നീഷ്യൻ വിഭാഗത്തിലെ ഫാക്കൽറ്റി ആണ് ഞാൻ. എൻ്റെ പേര് ഷെറിൻ. 30 വർഷത്തിലധികം കോമ്പറ്റേറ്റീവ് എക്സാം മേഖലയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കാഡമിയാണ് Zodiac അക്കാഡമി. നിലവിൽ 1000-ലധികം വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാബ്ടെക് ബാച്ച് 4 ആണ് നിലവിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ Zodiac അക്കാഡമിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക. അപ്പോൾ നമുക്കിന്ന് ലബോറട്ടറി ടെക്നീഷ്യൻ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. The first question is gauge size of needle used for blood donation. Option A 14 gauge, B 10 gauge, C 21 gauge and D 16 gauge. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ നീഡിലിന്റെ ഗോജ് സൈസ് ആണ് ചോദിച്ചേക്കുന്നത്. എപ്പോഴും നീഡിൽ ബോർ സൈസ് വളരെ വലുതായിരിക്കും. ഹൈ ബോർ സൈസ് ഉള്ള നീഡിലാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹിയർ 16 gauge. Option D is the correct answer for proper gauge size for blood donation. Okay, so answer D is the correct answer. Next question. The disease not transmitted by blood transfusion is hepatitis B, hepatitis C, hepatitis A, hepatitis D. Blood transfusion ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഡിസീസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് എല്ലാം ബ്ലഡ് ബോൺ ഡിസീസ് ആണ്. ബ്ലഡ് ബോൺ പാത്തജൻ ആണ് ഈ ഹെപ്പറ്റൈറ്റിസ് വൈറസ് എന്ന് പറയുന്നത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് എ മാത്രമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യാത്തത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദ റീസൺ ഇസ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഇസ് പ്രസന്റ് ഇൻ ബ്ലഡ് ഫോർ വെരി ഷോർട്ട് ടൈം ആൻഡ് കാരിയർ സ്റ്റേറ്റ് ഇസ് വെരി റെയർ. അതായത് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബ്ലഡിൽ ഉണ്ടെങ്കിലും അത് വെരി ഷോർട്ട് ടൈം പീരീഡ് മാത്രമേ ബ്ലഡിൽ പ്രസന്റ് ആയിരിക്കുള്ളൂ. അത് പെട്ടെന്ന് ബ്ലഡിൽ നിന്ന് നശിച്ചു പോകുന്നുണ്ട്. ആൻഡ് അതിന്റെ കാരിയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റെയർ ആയിട്ടേ കാണുന്നുള്ളൂ. ഡിസീസ്ഡ് സ്റ്റേറ്റിലാണ് എ വൈറസിന് കൂടുതലായിട്ട് നമ്മൾ ഡയഗ്നോസ്റ്റിക്കലി കാണുന്നത്. സോ ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ആണ് നമ്മൾ ബ്ലഡ് ഡൊണേഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത വൈറസ് എന്ന് പറയുന്നത്, പാത്തജൻ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. The platelet concentrate is prepared by heavy spin followed by light spin followed by heavy spin, light spin only and heavy spin only. അതായത് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിനെ ലൈറ്റ് സ്പിൻ ചെയ്യാം. ലൈറ്റ് സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള പ്ലാസ്മ വിച്ച് ഇസ് കോൾഡ് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമുക്ക് എപ്പോൾ സെപ്പറേറ്റഡ് ആവും. RBC താഴേക്ക് സെറ്റിൽ ആവും. ഇതിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കണം, പ്ലാസ്മേനെ ഒഴിവാക്കിയിട്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് വിച്ച് ഇസ് ഫോളോഡ് ബൈ ഹെവി സ്പിൻ ആണ്. ഹെവി സ്പിന്നിൽ നമുക്ക് പ്ലാസ്മയിൽ പ്ലേറ്റ്ലെറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ദിസ് പ്ലേറ്റ്ലെറ്റ് നമ്മൾ ഈ പ്ലാസ്മേനെ റിമൂവ് ചെയ്തിട്ട് ഒരു 50 ml പ്ലാസ്മ പ്ലേറ്റ്ലെറ്റിന്റെ കൂടെ നമ്മൾ ലീവ് ചെയ്യും ഫോർ ദ റീസസ്പെൻഷൻ ഓഫ് ദിസ് പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പ്ലേറ്റ്ലെറ്റ് കോൺസെൻട്രേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈറ്റ് സ്പിൻ വിച്ച് ഇസ് ഫോളോഡ് ബൈ ഹെവി സ്പിൻ. ആൻഡ് ലൈറ്റ് സ്പിൻ എന്ന് പറയുന്നത് 2000 ഗൈറെ ഫോർ 3 minutes at 22 degrees Celsius. അതായത് റൂം ടെമ്പറേച്ചറിലാണ് പ്ലേറ്റ്ലെറ്റിന്റെ കമ്പണന്റ് പ്രിപ്പറേഷനും പ്ലേറ്റ്ലെറ്റിന്റെ സ്റ്റോറേജും എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്. സോ ലൈറ്റ് സ്പിൻ വിച്ച് ഇസ് അറ്റ് 2000 ഗൈറെ RPM 3 minutes 22 degree ആണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഇസ് ഫോളോഡ് ബൈ ആ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മേനെ പിന്നെ നമ്മൾ ഹെവി സ്പിൻ ചെയ്യും. ഹെവി സ്പിൻ മീൻസ് 5000 ഗൈറെ ഫോർ 5 minutes അറ്റ് സെയിം റൂം ടെമ്പറേച്ചർ. ഓക്കെ, സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. Fourth question. Plasmapheresis done for the following clinical condition: multiple myeloma, allergic condition, hypokalemia, none of the above. Plasma apheresis or plasma exchange എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫറസിസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോണർ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് അപ്പം തന്നെ കമ്പണന്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കമ്പണന്റ് മാത്രം, ഡിസൈർഡ് ആയിട്ടുള്ള കമ്പണന്റ് മാത്രം കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കമ്പണന്റ് ദാറ്റ് ഡോണറിന് ഇറ്റ്സെൽഫ് റീഇൻഫ്യൂസ് ചെയ്യും ഓർ ആ സമയത്ത് തന്നെ ഇൻഫ്യൂസ് ചെയ്യും.
and that is called apheresis procedure. അതിൽ ഡിഫറെന്റ് ഉണ്ട്. RBC apheresis, granulocyte apheresis ഉണ്ട്, neocyte apheresis, plasma apheresis, leucopheresis. അങ്ങനെ ഏത് കമ്പണന്റ് ആണോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, ഡിസൈഡ് കമ്പണന്റ് ഏതാണോ അതിനനുസരിച്ച് അതിന് പേര് കൊടുക്കും. ഫോർ എക്സാമ്പിൾ പ്ലാസ്മ apheresis എന്ന് പറയുമ്പോൾ പ്ലാസ്മയാണ് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്. ആൻഡ് നമ്മൾ പ്ലാസ്മ apheresis എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മൾട്ടിപ്പിൾ മൈലോമയിലാണ് നമ്മൾ പ്ലാസ്മ apheresis പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഹൈപ്പോവിസ്കോസിറ്റി സിൻഡ്രോമിന്റെ അണ്ടറിൽ വരുന്നതാണ് മൾട്ടിപ്പിൾ മൈലോമ, അതേപോലെ വാൽഡൻസ്റ്റോൺ ഹൈപ്പോഗ്ലോബിനീമിയ. ആൻഡ് ഈ ഒരു ഡിസീസില് മൾട്ടിപ്പിൾ മൈലോമയില് ഗാമാഗ്ലോബുലിൻ പ്രോട്ടീൻ, പ്ലാസ്മയിലുള്ള ഗാമാഗ്ലോബുലിൻ പ്രോട്ടീൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്, മെയിൻലി IgG ആൻഡ് ഫോളോഡ് ബൈ സം എമൗണ്ട് ഓഫ് IgA, IgD. ഈ ആന്റിബോഡീസ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്ന കാരണം, ദിസ് ഗ്ലോബുലിൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാരണം ഹൈപ്പോവിസ്കോസിറ്റി ഉണ്ടാവുന്നു ബ്ലഡിന്. ആൻഡ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്ലാസ്മേനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ഫ്രഷ് ന്യൂ പ്ലാസ്മ, ഹെൽത്തി ആയിട്ടുള്ള പ്ലാസ്മ ആ പേഷ്യന്റിലേക്ക് കൊടുക്കുന്നു. സോ അതൊരു തെറാപ്യൂട്ടിക് പ്രൊസീജിയർ ആയിട്ട് നമുക്ക് പ്ലാസ്മ apheresis യൂസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോറി ഫിഫ്ത് വൺ. The blood can be stored up to how much days with the CPDA solution? CPDA means citrate phosphate dextrose adenine. And option A 28 days, option B 35 days, option C 48 days, option D 42 days. CPDA anticoagulant solution നമുക്ക് ബ്ലഡ് എത്ര ദിവസം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബി 35 is the correct answer. നമ്മൾ CPD ACD സൊല്യൂഷൻ ഉണ്ട്, CPD സൊല്യൂഷൻ ഉണ്ട്, CPDA ഉണ്ട്. CPDA എന്ന് പറയുമ്പോൾ അതിൽ അഡെനിൻ കമ്പണന്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എക്സ്പിറേഷൻ ഡേറ്റ് 35 ഡേയ്സ് വരെ നമുക്ക് ബ്ലഡിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ. The most suitable diluent for preparing a solution of 8% of bovine albumin is option A distilled water, B deionized water, C normal saline, D none of the above. 8% bovine albumin, a percentage solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ഗ്രാംസ് ഇൻ 100 ml ഓഫ് എ സർട്ടൈൻ ഫ്ലൂയിഡ് ആണ്, സർട്ടൈൻ ലിക്വിഡ് ആണ്. ഇതിൽ 8% ഓഫ് ബൊവൈൻ ആൽബുമിൻ പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി നോർമൽ സെലൈൻ ഇസ് ദ കറക്റ്റ് ആൻസർ. കാരണം നമ്മൾ ഈ ബൊവൈൻ ആൽബുമിൻ ഒക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫോർവേഡ് ഗ്രൂപ്പിംഗ് ആയാലും കൂംസ് ടെസ്റ്റ് ആയാലും അതിലൊക്കെ അതിന്റെ റിയാക്ടിവിറ്റി, സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആൽബുമിൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ബ്ലഡ് സെൽസ് RBCs ആയിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സോ അത് ലൈസ് ആവാൻ പാടില്ല. സോ RBC നമ്മുടെ ബ്ലഡുമായിട്ട് ഐസോട്ടോണിക് ആയിട്ടുള്ള ഫ്ലൂയിഡ്, ദാറ്റ് ഇസ് നോർമൽ സെലൈൻ ആണ് നമ്മൾ ഈ സൊല്യൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next, seventh one. The storage temperature for fresh frozen plasma is option A 4 degrees Celsius, B minus 50 degrees Celsius, C 37 degrees Celsius, D minus 20 degrees Celsius. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയുടെ സ്റ്റോറേജ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി -20 ഓർ ലോവർ ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മനെ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് വിത്തിൻ കളക്ഷൻ നമ്മൾ വിത്തിൻ 6 to 8 ഹവേഴ്സിനുള്ളിൽ തന്നെ അത് സ്റ്റോർ ചെയ്യണം. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ സ്റ്റോർ ചെയ്യേണ്ടത് -20 ഡിഗ്രിയിലാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 8th question. Minimum weight for a blood donor is option A 110 lbs or pounds, option B 100 lbs, option C 85 lbs, option D 95 lbs. ഒരു ബ്ലഡ് ഡോണറിന്റെ മിനിമം വെയിറ്റ് നമുക്ക് കിലോഗ്രാമിൽ മിക്ക സ്റ്റുഡൻസിനും അറിയായിരിക്കും, പക്ഷെ ഇതിൽ LBSലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ്സ് കൺഫ്യൂസ്ഡ് ഫോർ മെനി ഓഫ് ദ സ്റ്റുഡൻസ്. സോ മിനിമം വെയിറ്റ് എന്ന് പറയുന്നത് kg പറയുമ്പോൾ 50 kg 50 കിലോഗ്രാം മിനിമം വെയിറ്റ് ഉള്ളവർക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് LBS to kg കൺവേർഷൻ അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് കൺവേർഷൻ ഇസ് that minimum weight is 50 kg and 1 kilogram or kg is equal to 2.2 pounds ആണ്. ഈ പൗണ്ട്സിനെയാണ് LBS എന്ന് പറയുന്നത്. ഓക്കെ, സോ 1 kg equal to 2.2 pounds. ഈ ഒരു ഇക്വേഷൻ
ഈ ഒരു കൺവേർഷൻ അറിയുന്നവർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം വെയിറ്റ് 50 ആണെന്ന് അറിഞ്ഞാലും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സോ 1 kg എന്ന് പറയുന്നത് 2.2 pounds ആണ്. സോ 50 kg എന്ന് പറയുമ്പോൾ 2.2 into 50 that is 110 110 lbs or 110 pounds ആണ് minimum weight for the blood donation, and definitely option A is the correct answer. Next, 9th one, cryoprecipitate is used for the treatment of option A iron deficiency anemia, B hemophilia A, C sickle cell anemia, D hemophilia B. Cryoprecipitate നമ്മൾ കമ്പണന്റ് സെപ്പറേഷനിൽ നമുക്ക് ഡിഫറെന്റ് കമ്പണന്റ്, ഫാക്ടർ കമ്പണന്റ്, അങ്ങനെ ഡിഫറെന്റ് കമ്പണന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിൽ ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് കമ്പണന്റ് ആണ്. ആൻഡ് അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടർ 8, ഫാക്ടർ 13, ഫൈബ്രിനോജൻ, ഫൈബ്രോനെക്റ്റിൻ ആൻഡ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ that is VWF. അപ്പോൾ ഫാക്ടർ 8, ഫാക്ടർ 13, ഫൈബ്രിനോജൻ, ഫൈബ്രോനെക്റ്റിൻ ആൻഡ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് ഉള്ളത്. ഈ ഒരു കാര്യം അറിഞ്ഞാൽ, ക്രയോപ്രസിപ്പിറ്റേറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചോദിച്ചേക്കുന്നത് ഏത് ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രയോപ്രസിപ്പിറ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടർ 8 എന്ന് പറയുന്നത് ഇറ്റ്സ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഹീമോഫീലിയ എ, ഫാക്ടർ 9 ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഹീമോഫീലിയ ബി, അതേപോലെ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ഡെഫിഷ്യൻസി വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ഉണ്ടാക്കും. സോ നമുക്ക് ഇപ്പോൾ വോൺ വില്ലിബ്രാൻഡ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാം, ഹീമോഫീലിയ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാം, ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസിക്കും ഇത് യൂസ് ചെയ്യാം. സോ ഇതിൽ ഓപ്ഷനിൽ തന്നേക്കുന്നത് ഓപ്ഷൻ ബി ദാറ്റ് ഇസ് ഹീമോഫീലിയ എക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്രയോപ്രസിപ്പിറ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ബി ഹീമോഫീലിയ എക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫാക്ടർ 13 is a clot stabilizing factor. സോറി, ഫാക്ടർ 9 ആണ് ഹീമോഫീലിയ ബിക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, okay, 9th question. Cryoprecipitate is used for the treatment of iron deficiency anemia, hemophilia A, sickle cell anemia, hemophilia B. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ക്രയോപ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് ബ്ലഡിന്റെ ഒരു കമ്പണന്റ് ആണ്. നമ്മൾ ബ്ലഡിന്റെ ഡിഫറെന്റ് കമ്പണന്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതാണ് സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. ഹോൾ ബ്ലഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട്, ബിക്കോസ് അത് മെനി അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. സോ നമ്മൾ ക്രയോപ്രസിപ്പിറ്റേറ്റിൽ എന്തൊക്കെ ഇൻഗ്രീഡിയന്റ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ക്രയോപ്രസിപ്പിറ്റേറ്റിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ഫാക്ടർ 8, ഫാക്ടർ 13, ഫൈബ്രിനോജൻ, ഫൈബ്രോനെക്റ്റിൻ ആൻഡ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ. ഇതിൽ ഫാക്ടർ 8 എന്ന് പറയുന്നത് മെയിൻലി ഹീമോഫീലിയ എ, ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി കോസ് ചെയ്യുന്നത് ഹീമോഫീലിയ എ ആണ്. ആൻഡ് വോൺ വില്ലിബ്രാൻഡ് ഡെഫിഷ്യൻസി ആണ്, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടറിന്റെ ഡെഫിഷ്യൻസിയാണ് വോൺ വില്ലിബ്രാൻഡ് ഡിസീസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഫാക്ടർ 13 എന്ന് പറയുന്നത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്. ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസിയിലും നമുക്ക് ക്രയോപ്രസിപ്പിറ്റേറ്റ് കൊടുക്കാം. സോ ഹീമോഫീലിയ എ, ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസി, വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, ഈ എല്ലാ ഓപ്ഷനും ഇതിൽ കറക്റ്റ് ആയിട്ട് വരും. ആൻഡ് ഈ ക്വസ്റ്റ്യന്റെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നതിൽ ഓപ്ഷൻ ബി ഹീമോഫീലിയ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, next, 10th question. Blood collection is permanently deferred in option A residence in an endemic malaria region, option B diabetes, option C history of jaundice of uncertain cause, option D history of therapeutic rabies vaccine. ഇതൊരു ഡൗട്ട്ഫുൾ ഓപ്ഷൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. കാരണം ഓരോന്നിന്റെയും ഡെഫറൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ, എന്തെങ്കിലും പെത്തോളജിക് കണ്ടീഷൻസ് ഉള്ള ഒരു ഡോണർ ആണെങ്കിൽ അവരിൽ ആ ഒരു പെത്തോളജിക് കണ്ടീഷൻ സബ്സൈഡ് ചെയ്യുന്നവരെ ഒരു സർട്ടൈൻ ഡെഫറൽ പീരീഡ് ആണ് ഓരോ ഡിസീസിനും. ആൻഡ് ആ ഡെഫറൽ പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബ്ലഡ് പിന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇതിൽ പെർമനന്റ്ലി ഡെഫേർഡ് മീൻസ് ഒരിക്കലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ബട്ട് ഓപ്ഷൻ സി ആണ് PSC നിന്ന്
പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തേക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ബട്ട് എൻഡമിക് മലേറിയ, നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. എൻഡമിക് മലേറിയ റീജിയനിൽ റിസൈഡ് ചെയ്യുന്നവർക്ക് 3 months ആണ് അവരുടെ ഡെഫറൽ പീരീഡ്. ഓക്കെ. പിന്നെ ഡയബറ്റിസ് ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ഇറ്റ്സ് റിജക്റ്റഡ് ആണ്. ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജോണ്ടിസ് ഹിസ്റ്ററി, മഞ്ഞപ്പിത്തം ഉള്ളവർക്ക്, അതിന്റെ എന്തെങ്കിലും ഹിസ്റ്ററി ഉള്ളവർക്ക് ഒരു 1 year, that is 12 months, 1 year ആണ് അതിന്റെ ഡെഫറൽ പീരീഡ് പറയുന്നത്. 1 year കഴിഞ്ഞിട്ട്, ജോണ്ടിസ് ഉണ്ടായിട്ട് 1 year കഴിഞ്ഞിട്ടേ അവർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഹിസ്റ്ററി ഓഫ് തെറാപ്യൂട്ടിക് റാബീസ് വാക്സിൻ, അതായത് ഡോഗ് ബൈറ്റിന് ശേഷം റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ടാവും. ആ ബൈറ്റ് നായ കടിച്ചിട്ട് 1 year കഴിഞ്ഞിട്ട് മാത്രമേ, ഓൾറെഡി റാബീസ് വാക്സിൻ എടുത്തിട്ടുണ്ടോ, വാക്സിൻ എടുത്തവര് 1 year കഴിഞ്ഞിട്ട് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഹിയർ റിജക്ഷൻ ക്രൈറ്റീരിയ ഡയബറ്റിസ് ആണ്. ആൻഡ് ഹിസ്റ്ററി ഓഫ് ജോണ്ടിസ് 12 months ആണ്. പക്ഷെ ഓപ്ഷനിലുള്ളത് ഹിസ്റ്ററി ഓഫ് ജോണ്ടിസ് ഓഫ് അൺസർട്ടൈൻ കോസ്, നമുക്ക് റീസൺ അറിയാത്ത രീതിയിലുള്ള ജോണ്ടിസ് ആണുള്ളത് എങ്കിൽ ദാറ്റ് ഇസ് ദ പെർമനന്റ്ലി ഡെഫേർഡ് കണ്ടീഷൻ ഫോർ ബ്ലഡ് കളക്ഷൻ എന്നാണ് PSC ആൻസർ തന്നേക്കുന്നത്. ഇത് ഒരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. 11th question, the venipuncture site must be cleaned with a scrub solution containing 10% acetone, hypochlorite, isopropyl alcohol, povidone iodine. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന ബ്ലഡ് ഡോണറിന്റെ അടുത്ത് നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സർട്ടൈൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആൻഡ് സ്റ്റെറൈൽ കണ്ടീഷനിൽ വേണം നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാൻ. ആൻഡ് ഈ ഒരു ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സ്ക്രബ് സൊല്യൂഷൻ ഉണ്ട്. ആ വെനിപങ്ക്ചർ സൈറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രബ് സൊല്യൂഷനിലുള്ള കണ്ടന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി, പൊവിഡോൺ അയോഡിൻ ഇസ് ദ കറക്റ്റ് ആൻസർ. കാരണം സ്ക്രബ് സൊല്യൂഷനിൽ പൊവിഡോൺ അയോഡിൻ ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് ദ പ്രൊസീജിയർ നമ്മൾ പാൽപേറ്റ് ചെയ്യുക. നമുക്ക് പ്രോമിനന്റ് ആയിട്ടുള്ള വെയിന് സെലക്ടബിൾ ആയി, പ്രോമിനന്റ് വെയിന് കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ക്ലീൻ വിത്ത് പൊവിഡോൺ അയോഡിൻ. പിന്നെ സ്പിരിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ വെനിപങ്ക്ചറിന്റെ ടൈം വരെ അതിനെ ജസ്റ്റ് സ്റ്റെറൈൽ സ്വാബ് കൊണ്ട് കവർ ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ വെനിപങ്ക്ചർ ചെയ്യുന്നത്. പിന്നെ അവിടെ നമ്മൾ ഹാൻഡ് കൊണ്ട് ടച്ച് ചെയ്യാൻ പാടില്ല. സോ ഓപ്ഷൻ ഡി, പൊവിഡോൺ അയോഡിൻ ആണ് നമ്മുടെ സ്ക്രബ് സൊല്യൂഷൻ ഫോർ ബ്ലഡ് കളക്ഷനിൽ ഉള്ളത്. ഓക്കെ. 12th question, all donor blood testing must include A, direct Coombs test, B, serological test for syphilis, C, complex RH phenotyping, D, anti-CMV testing. അതായത് ഡോണർ ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം അവരുമായിട്ടൊരു ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട്, ഡോണേഴ്സിന്റെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തു. ബ്ലഡ് കളക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻലി 5 ഡിസീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. ആൻഡ് അത് എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആണ്. 4 ഡിസീസ് എന്ന് പറയുന്നത് കോമൺ ആണ്, ഫോർ എവ്രിവർ കോമൺ ആണ്. ആൻഡ് 5ാമത്തെ ഡിസീസ് നമ്മൾ ആ ഡോണറിന്റെ എൻഡമിക് ആയിട്ടുള്ള ഡിസീസ്, ഡോണറിന്റെ പ്ലേസിൽ എൻഡമിക് ആയിട്ടുള്ള ഡിസീസ് ഏതാണോ ആ ഡിസീസ് ആണ് 5th വൺ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ 5 പാത്തജൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോണറിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ പിന്നെ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്നതും. അല്ല എങ്കിൽ എനി ഓഫ് ദ പാത്തജൻ ഡിറ്റക്റ്റഡ് ആണെങ്കിൽ വി ഹാവ് ടു ഡിസ്കാർഡ് ദ ബ്ലഡ് സാമ്പിൾ. ഓക്കെ. ആൻഡ് ഓപ്ഷൻ ബി, സിറോളജിക്കൽ ടെസ്റ്റ് ഫോർ സിഫിലിസ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. സിഫിലിസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കൂടാതെ വേറെ 4 ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, ഹ്യൂമൻ ഇമ്യൂണോ വൈറസ്, ദാറ്റ് ഈസ് എയ്ഡ്സ്, ദെൻ സിഫിലിസ് ബൈ ട്രിപ്പോണിമ പല്ലിഡം ആൻഡ് മലേറിയ. ഇന്ത്യയിൽ എൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത് മലേറിയ ആണ്. സോ എല്ലാ ഡോണേഴ്സിനും മലേറിയ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ഈ 5 ഡിസീസ് ആണ്. ഈ 5 എണ്ണം ഓപ്ഷനിൽ 5-ൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ അതായിരിക്കും വരിക. ഓക്കെ. സോ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്, HIV, സിഫിലിസ് ആൻഡ് മലേറിയ, ഇത്രയും ഡിസീസിനെ സ്ക്രീൻ ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്നിട്ടാണ് ബ്ലഡ് സ്റ്റോർ ചെയ്യണോ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഹിയർ സിഫിലിസ് ആണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 13th question, an important determinant of platelet viability following storage is plasma pH, prothrombin time, plasma potassium level,
ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. പ്ലേറ്റ്ലെറ്റ് നമുക്കറിയാം കളക്ട് ചെയ്തിട്ട് ഒരു സെപ്പറേഷന് ശേഷം 5 days ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് അതിൽ ടൈം ഓഫ് പ്രിപ്പറേഷന് 0 day ആയിട്ട് കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ 5 ദിവസം വരെയാണ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് സ്റ്റോർ ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, കണ്ടിന്യൂസ് എജിറ്റേഷനിലും ആയിരിക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഈ 5 ദിവസം വരെ പ്ലേറ്റ്ലെറ്റ് പ്രിപ്പറേഷനിൽ അതിന്റെ വയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി 2 ഇമ്പോർട്ടൻറ്റ് ഇൻഡിസസ് ആണുള്ളത്. വയബിലിറ്റി ചെക്ക് ചെയ്യാൻ, അതായത് പ്ലേറ്റ്ലെറ്റ് ലൈവ് ആയിട്ട് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. One is the pH maintenance, plasma pH maintenance and the maintenance of discoid configuration of the platelet. 2 important indices for the platelet viability testing are pH maintenance and the retention of that discoid configuration. Platelet in the discoid configuration retention of pH maintenance are 2 important indices. And here option plasma pH and option A is the correct answer. 14th question. The concentration of 2,3-diphosphoglycerate is decreased during storage in a unit of fresh frozen plasma, platelet-rich plasma, cryoprecipitate, red blood cells. നമ്മുടെ ബ്ലഡ് കമ്പണന്റ്, ഏത് ബ്ലഡ് കമ്പണന്റിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്താണ് 2,3-BPG ലെവൽ, 2,3-ഡൈഫോസ്ഫോഗ്ലിസറേറ്റിന്റെ ലെവൽ കുറയുന്നത്. ആൻഡ് എന്താണ് 2,3-BPG എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഈ 2,3-BPG നമ്മുടെ ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓക്സിജനോടുള്ള അഫിനിറ്റി കുറയും. സോ ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന് ഓക്സിജൻ റിലീസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പണന്റ് ആണ് 2,3-DPG. ആൻഡ് നമ്മുടെ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആന്റികോഗുലന്റ് CPDA എന്ന് പറയുന്ന അതിൽ ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞ ഷുഗർ മോളിക്യൂൾ ഉണ്ട്. ആൻഡ് ദിസ് ഡെക്സ്ട്രോസ് അനൈറോബിക് ഗ്ലൈക്കോളിസിസ് നടന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് ലാക്ടിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും ഈ സ്റ്റോറേജ് സമയത്ത്. അതുകൊണ്ട് pH റെഡ്യൂസ് ചെയ്യും, pH അസിഡിക് pHലോട്ട് പോകും. ആൻഡ് ഈ അസിഡിക് pHൽ 2,3-BPG ലെവൽ കുറവായിരിക്കും. സോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു RBC കമ്പണന്റ് ആണ്. ഓപ്ഷൻ ഡി, റെഡ് ബ്ലഡ് സെൽസിന്റെ സ്റ്റോറേജ് സമയത്താണ് 2,3-BPGന്റെ കോൺസെൻട്രേഷൻ കുറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ദാറ്റ് pathway is dextrose to lactic acid by anaerobic glycolysis, which leads to decrease in pH, and this acidic pH 2,3-DPG level decrease. Okay. 15th question. An individual with a D negative blood group have one of the following on their RBC membrane. Option A, antigen RHD. Option B, antigen RHCE. Option C, both RHD and RHCE. Option D, none of the above. അതായത് ഡി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഇൻഡിവിജ്വല് ഡി നെഗറ്റീവ് ആണ്. അപ്പൊ അവരുടെ RBC മെമ്പറൈനിൽ എന്താണുള്ളത്? ആൻഡ് നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മൾ ഡി നെഗറ്റീവ് എന്ന് പറയുന്നത് RH D നെഗറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അവരുടെ RH D അല്ലാത്ത വേറെ RH ആന്റിജൻ പ്രസന്റ് ആണ്. ആൻഡ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് മെയിൻലി 5 RH ജീൻസ് ആണുള്ളത്, RH ആന്റിജൻസ് ആണുള്ളത്. Okay, that is capital C, small c, capital D, small d ഇല്ല, പകരം capital Eയും small eയും. Okay, അപ്പോൾ capital C and small c, capital E and small e and capital D, ഇത്രയാണ് RH ആന്റിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡി നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് CEE ഒക്കെയാണ്. ആൻഡ് അതിന്റെ ഇമ്മ്യൂണോജെനിസിറ്റി നോക്കുകയാണെങ്കിൽ ഡിക്കാണ് മോർ ഇമ്മ്യൂണോജെനിക് എന്ന് പറയുന്നത് ഡി ആണ്. ഇമ്മ്യൂണോജെനിക് എന്ന് പറയുമ്പോൾ മോർ ആന്റിബോഡി പ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ more immunogenic, followed by small c, then capital E, capital C, and less immunogenic is the small e. And ഈ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നതിൽ ഓപ്ഷൻ എ എന്തായാലും അല്ല, ബിക്കോസ് ഡി നെഗറ്റീവ് ആണ്. സോ ആന്റിജൻ RHD അവരിൽ ആബ്സെന്റ് ആണ്. ആൻഡ് ഓപ്ഷൻ സിയിൽ ബോത്ത് RHD ആൻഡ് RHCE എന്തായാലും ഡി ആബ്സെന്റ് ആണ്. അപ്പം ആ ഓപ്ഷനും അല്ല, ആൻഡ് ഓപ്ഷൻ ഡിയും അല്ല. സോ ഓപ്ഷൻ ബി, ആന്റിജൻ RHCE ആണ് കറക്റ്റ് ആൻസർ. ആ ഇൻഡിവിജ്വലിന്റെ ഡി നെഗറ്റീവ് ആകുമ്പോൾ അവരിൽ RHCE ആന്റിജൻ പ്രസന്റ് ആയിരിക്കും. സോ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ ഹിയർ. 16th question. The enzyme involved in conversion of H substance into A and B antigens. Option A, aryl sulfatase, B, hexosaminidase, C, glycosyl transferase, and D, none of the above.
അതായത് നമുക്കറിയാം എ ആൻഡ് ബി ആന്റിജൻ ഉണ്ടാവുന്നത് എച്ച് സബ്സ്റ്റൻസ്, എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിക്കോസർ സബ്സ്റ്റൻസ് എന്നാണ് ഉണ്ടാവുന്നത്. ആൻഡ് ഈ എച്ച് സബ്സ്റ്റൻസ് ഉണ്ടാവുന്നത് ഫ്രം ആൻ ഒളിഗോസാക്കറൈഡ്, എ കാർബോഹൈഡ്രേറ്റ് എന്നാണ്. അപ്പം ഈ എച്ച് സബ്സ്റ്റൻസിന്റെ എ ആൻഡ് ബി കൺവേർഷനിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എൻസൈമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി, ഓപ്ഷൻ സി, ഗ്ലൈക്കോസൈൽ ട്രാൻസ്ഫറേസ് ആണ് ഹിയർ കറക്റ്റ് ആൻസർ. ആൻഡ് ആ ഒരു പാത്വേ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിക്കഴ്സർ ഇസ് ദ ഒളിഗോസാക്കറൈഡ് കാർബോഹൈഡ്രേറ്റ്. ഈ ഒളിഗോസാക്കറൈഡിലേക്ക് എൽ ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം എൽ ഫ്യൂക്കോസ് ഷുഗർ മൊയറ്റീന് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ആൻഡ് അപ്പോഴാണ് എച്ച് സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്. സോ ഒളിഗോസാക്കറൈഡ് പ്ലസ് എൽ ഫ്യൂക്കോസ് ആണ് ആക്ച്വലി എച്ച് സബ്സ്റ്റൻസ്. ആൻഡ് ഈ എച്ച് സബ്സ്റ്റൻസിന് ഉണ്ടാവുന്ന രണ്ട് ആന്റിജൻ ആണ് എ ആൻഡ് ബി ആന്റിജൻ. And this A antigen is produced by NAG transferase enzyme and B antigen is by D-galactosyl transferase enzyme. ഈ രണ്ട് എൻസൈംസിന്റെ ഹെൽപ്സോട് കൂടിയാണ് H substances converted to A and B antigen. So here glycosyl transferase, option C is the correct answer for the conversion of H substance into A and B antigen. 17th question. Small h genotype, that is OH phenotype, refers to blood group. Option A Kel, B Duffy, C Bombay, D A group. OH phenotype എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിന്റെ ജീനോടൈപ്പ് സ്മോൾ എച്ച് ആണ്. അവരിൽ എച്ച് ആന്റിജനും ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് OH phenotype എന്ന് പറയാൻ കാരണം ഇറ്റ്സ് നത്തിങ് ബട്ട് O group without a H antigen. O group എന്ന് പറയുന്നത് A and B ആന്റിജൻ ഇല്ല, പകരം H ആന്റിജൻ മാത്രമാണ് ഉള്ളത്. ആൻഡ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് O group വിത്തൗട്ട് H ആന്റിജനും ഇല്ലാത്ത O group ആണ് ബോംബെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ബോംബെ ഗ്രൂപ്പിൽ A, B, H ആന്റിജൻസ് ആർ ആബ്സെന്റ്, ബട്ട് ഇതിന്റെ എല്ലാം ആന്റിബോഡീസ് പ്രസന്റ് ആണ് ബോംബെ ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിലെ. A ആന്റിബോഡി, ആന്റി B ആന്റിബോഡി, ആന്റി-AB ആന്റിബോഡി ആൻഡ് ആന്റി-H ആന്റിബോഡി. ഈ ആന്റിബോഡീസ് എല്ലാം പ്രസന്റ് ആണ് ബോംബെ ഗ്രൂപ്പിൽ. ആൻഡ് OH ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ബോംബെ ഗ്രൂപ്പിനെയാണ്. ഓക്കെ, ആൻഡ് ബോംബെ ഗ്രൂപ്പിന്റെ സം പെക്യുലാരിറ്റീസ് നോക്കാം. ദാറ്റ്സ് എ ഹോമോസൈഗസ് HH കണ്ടീഷൻ ആണ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് HH കണ്ടീഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് O ഗ്രൂപ്പ് വിത്തൗട്ട് H ആന്റിജൻ ആണ്. H ആന്റിജൻ ഇല്ലാത്ത O ഗ്രൂപ്പ് ആണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അതിലുള്ള ആന്റിജൻസ് എന്ന് പറയുന്നത് അതിൽ ഒരു ആന്റിജൻസും ഇല്ല. A, B, H ആന്റിജൻസ് ആബ്സെന്റ് ആണ്, ബട്ട് ഡെഫിനറ്റ്ലി ഇതിന്റെ എല്ലാം ആന്റിബോഡീസ് പ്രസന്റ് ആണ്. ആന്റി-A, ആന്റി-B, ആന്റി-H, ആന്റി-AB ആന്റിബോഡീസ് ആർ പ്രസന്റ് ഇൻ ദിസ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ. 18th question. The anti-A and anti-B immune antibodies are mostly IgG, IgM, IgA, IgD. ഇതില് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ആന്റി-A, A and B ന്റെ ആന്റിബോഡീസ് എന്ന് പറയുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം അതെല്ലാം നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള സെലൈൻ റിയാക്ടിങ് കോൾഡ് ആന്റിബോഡീസ് ആണ് ആന്റി-A and ആന്റി-B ആന്റിബോഡീസ്. ആൻഡ് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി IgM ആണ്. പക്ഷേ PSC വിങ് കൊടുത്തേക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീഴിൽ ആൻസർ A ആണുള്ളത്. ഓപ്ഷൻ B ആണ് ആക്ച്വലി കറക്റ്റ് ആൻസർ. Okay, so it may be mistaken by the IgM antibodies ആണ് anti-A and anti-B. RH antibodies ആണ് actually IgG. Okay. 19th question. Immunodominant sugar of H antigens. Option A D-galactose, option B L-fructose, option C L-fucose and D none of the above. H ആന്റിജൻ എന്താണെന്ന് നമ്മൾ നേരത്തെ വേറൊരു ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ഒളിഗോസാക്കറൈഡിൽ നിന്ന് എൽ ഫ്യൂക്കോസ് ആഡ് ചെയ്യുമ്പോഴാണ് എച്ച് ആന്റിജൻ ഫോം ചെയ്യുന്നത് ബൈ ദ ഹെൽപ്പ് ഓഫ് എൽ ഫ്യൂക്കോസൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. സോ ഈ എൽ ഫ്യൂക്കോസ് എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോഡോമിനന്റ് ഷുഗർ ആണ്. ആൻഡ് ഓപ്ഷൻ സി ആണ് ഡെഫിനറ്റ്ലി ദ കറക്റ്റ് ആൻസർ. 20th question. The blood group system based on cold reacting antibodies. Option A Duffy system, B Kell system, C MNS system, D RH system. Cold reacting antibodies മായി ബന്ധപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഏതാണ്? That means ടെമ്പറേച്ചർ കോൾഡ് റിയാക്ടിംഗ് എന്ന് പറയുന്നത് 37 റൂം ടെമ്പറേച്ചർ അല്ലാതെ ഉള്ള അതിലും ലോവർ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്ന ആന്റിബോഡീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി MNS സിസ്റ്റം ആണ് കറക്റ്റ് ആൻസർ. കാരണം MNS എന്ന് പറയുന്നത് IgM ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ് അതിൽ ഉണ്ടാവുന്നത്. കെല്ല്, ഡഫി, RH എല്ലാം IgG ടൈപ്പ് ഓഫ് ആന്റിബോഡിയാണ്.
So option C is the correct answer. And MN, അതിൽ MNS-ലെ MN antibody എന്ന് പറയുന്നത് IgM antibody ആണ്. That is naturally occurring ആയിട്ടുള്ള ഒരു saline antibody ആണ്. അത് മെയിൻലി റിയാക്ട് ചെയ്യുന്നത് 4 to 25 degrees Celsius ആണ്. ഒരു വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ 4 degrees Celsius to 25 degrees Celsius. So അതുകൊണ്ടാണ് അതിനെ കോൾഡ് റിയാക്ടിങ് ആന്റിബോഡി എന്ന് പറയുന്നത്. ആൻഡ് SSU ആന്റിജൻ എന്ന് പറയുന്നത് 37 degrees Celsius in anti-human globulin. അതായത് കൂംസ് സെറത്തിൽ 37 ഡിഗ്രിയിലാണ് SSU ആന്റിജൻ റിയാക്ട് ചെയ്യുന്നത്. MN ഡയറക്ട്ലി 4 to 25 റൂം ടെമ്പറേച്ചറിൽ തന്നെ റിയാക്ട് ചെയ്യും. ഓക്കെ. 21st question. The antibody in the Lutheran system that is best detected at lower temperature is anti-LUA, anti-LUAB, anti-LUB, anti-LU3, anti-LUA. അതായത് ലൂതറൻ സിസ്റ്റം ആന്റിബോഡീസ് ആണ് മെയിൻലി anti-LUA ആൻഡ് anti-LUB എന്ന് പറയുന്നത്. അതിൽ ഏതാണ് ലോവർ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്നത്, അതായത് കോൾഡ് റിയാക്ടിങ് ആന്റിബോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൽ LUA ആണ് കോൾഡ് റിയാക്ടിങ് ആന്റിബോഡി. അപ്പൊ നമുക്ക് anti-LUAയും ബിയും എപ്പോഴൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാം. anti-LUA എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ IgM ആന്റിബോഡിയാണ്. അത് റൂം ടെമ്പറേച്ചറിലാണ് ബെറ്റർ റിയാക്ട് ചെയ്യുന്നത്. വരസ് anti-LUB എന്ന് പറയുന്നത് IgG ആന്റിബോഡിയാണ് ആൻഡ് ഇറ്റ് ഇസ് ബെറ്റർ റിയാക്ട് അത് 37 ഡിഗ്രിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. സോ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 to 25 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിൽ വരുന്നതാണ്. സോ anti-LUA ആണ് ലോവർ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുന്ന ലൂതറൻ ആന്റിബോഡി. Okay, so option D is the correct answer here. 22nd question. Which of the following red cell antigen are found on glycophorin A? Option A MN, option B LEA, LEB, option C capital S, small s, D none of the above. Glycophorin A red cell antigens are ഏതാണ് ഗ്ലൈക്കോഫോറിൻ എയിലുള്ള ആന്റിജൻസ് ആണ് ചോദിച്ചേക്കുന്നത് മൈനർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ. അതില് നമുക്കറിയാം ഗ്ലൈക്കോഫോറിൻ എയിലുള്ള കിടക്കുന്ന ആന്റിജൻസ് ഉണ്ട്, ഗ്ലൈക്കോഫോറിൻ ബിയിൽ കിടക്കുന്ന ആന്റിജൻസ് ഉണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എയിലുള്ള ആന്റിജൻ എന്ന് പറയുന്നത് MN ആന്റിജൻ ആണ്. ഓക്കെ, MN ആന്റിജൻ MNS blood group system MN antigen is present on glycophorin A and SS antigen is present on glycophorin B. ഒരു ഡിഫറൻസ് മനസ്സിലാക്കി. ഇപ്പൊ ഗ്ലൈക്കോഫോറിൻ ബി ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഓപ്ഷൻ സി ആവും കറക്റ്റ് ആൻസർ. ഇവിടെ ചോദിച്ചേക്കുന്നത് എ ആണ്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് MN is the correct answer. 23rd question. The KEL antigen is absent on red cell of neonates, destroyed by enzymes, strongly immunogenic, all of the above. KEL antigen, capital K and small k antigen ആണ് KEL antigen എന്ന് പറയുന്നത്. ഇതിൽ KEL ആന്റിജനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ ആബ്സെന്റ് ഓൺ റെഡ് സെൽസ് ഓഫ് നിയോണേറ്റ്സ്. നിയോണേറ്റ്സിന്റെ റെഡ് സെല്ലിൽ ആബ്സെന്റ് ആയിരിക്കുന്ന ആന്റിജൻ എന്ന് പറയുന്നത് ലൂയിസ് ആന്റിജൻ ആണ്. ഓക്കെ, ലൂയിസ് ആന്റിജൻ നിയോണേറ്റ്സിന്റെ റെഡ് സെല്ലിൽ ആബ്സെന്റ് ആണ്. സോ അത് KEL ആന്റിജനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിസ്ട്രോയിഡ് ബൈ എൻസൈം. എൻസൈംസിൽ ഡിസ്ട്രോയിഡ് ആവുന്ന ആന്റിജൻ എന്ന് പറയുന്നത് MN ആന്റിജൻ ആണ്. സോ അതും ഇറ്റ്സ് റോങ് അബൌട്ട് KEL ആന്റിജൻ. ആൻഡ് KEL ആന്റിജനിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഇമ്മ്യൂണോജനിക് ആണ്. സ്മോൾ k ആൻഡ് ക്യാപിറ്റൽ K ആണ് KEL ആന്റിജനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് സ്ട്രോങ്ലി ഇമ്മ്യൂണോജനിക് ആണ്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. Next, 24th question. The antibodies of the KIT blood group system. It can cause allergic transfusion reaction, react best by indirect Coombs test, are predominantly IgM. Option D, all of the above. KIT blood group system-മായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ആന്റിബോഡീസിനെ ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഇതിൽ കിഡ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് JKA ആൻഡ് JKB ആന്റിബോഡീസ് എന്നാണ് കിഡ് ആന്റിബോഡീസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. JKA ആൻഡ് JKB. അതിൽ ഈ ആന്റിബോഡീസ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് കോസ് ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് അലർജിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ ദാറ്റ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കിഡ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം.
Next is predominantly IgG antibodies, and it's not IgM antibody, and they are Coombs reactive. Coombs ആയിട്ട് AHG എന്ന് പറയുന്നത് Coombs reagentനെ പറയുന്നതാണ്. It's anti-human globulin reagent, and അത് Coombs reagentുമായിട്ട് റിയാക്റ്റീവ് ആണ്. ഈ രണ്ട് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം IgG ആന്റിബോഡീസ് ആണ്, Coombs സെറുമായിട്ട് റിയാക്റ്റീവ് ആണ്, ആൻഡ് അത് കോസ് ചെയ്യുന്നത് ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇതിൽ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഓപ്ഷൻ എ റോങ് ആണ്, അലർജിക് അല്ല, ഹീമോലിറ്റിക് ആണ്. നെക്സ്റ്റ് റിയാക്ട് ബെസ്റ്റ് ബൈ ദ ഇൻഡയറക്റ്റ് Coombs ടെസ്റ്റ്. സോ ഇറ്റ് ഈസ് കറക്റ്റ് ആൻസർ. പ്രിഡോമിനന്റ്ലി IgM എന്നാണ് സി കൊടുത്തേക്കുന്നത്, റോങ് ആണ്, IgG ആണ്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി ആണ് കിഡ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. Next question, which of the following blood group is compatible for A negative blood group? A negative blood group ആയിട്ട് ബന്ധപ്പെട്ട് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. Okay, 25th question എന്ന് പറയുന്നത് which of the following blood group is compatible for A negative blood group? A negative blood ഗ്രൂപ്പിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്ലഡ് ഏതാണ്, അവർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ബ്ലഡ് ഏതാണ്, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. കോമ്പാറ്റിബിൾ മീൻസ് അവർക്ക് എന്താണ് റിയാക്ഷൻസ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാക്കാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ആൻഡ് ഡെഫിനറ്റ്ലി എ നെഗറ്റീവ് ആണ്. അപ്പൊ എന്തായാലും നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാം, പക്ഷെ എ നെഗറ്റീവ് എന്ന് കൊടുത്തതുകൊണ്ട് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഇതിൽ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ആൻഡ് ഡെഫിനറ്റ്ലി അവർക്ക് എ നെഗറ്റീവും കൊടുക്കാം, ഒ നെഗറ്റീവും കൊടുക്കാം. ഇവിടെ ഒ നെഗറ്റീവ് ആണ് ഓപ്ഷനിൽ തന്നേക്കുന്നത്, ബാക്കിയെല്ലാം പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഇതൊരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മോസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ആർ ഇൻഹെറിറ്റഡ് ആസ് ഓപ്ഷൻ എ ഓട്ടോസോമൽ ഡോമിനന്റ്, autosomal codominant, B sex-linked dominant, C sex-linked recessive, D autosomal recessive. ഇതില് മിക്ക ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റവും ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് മെയിൻലി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആസ് ഓട്ടോസോമൽ കോഡോമിനന്റ് ആയിട്ടാണ്. ഓട്ടോസോമൽ അലീൽസിലാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ജീൻസ് പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ഓട്ടോസോമൽ കോഡോമിനന്റ് മീൻസ്, ഇഫ് ഒരു ഓട്ടോസോമൽ ജീനിൽ രണ്ട് അലീൽസ് ഉണ്ടെങ്കിൽ രണ്ട് അലീൽസും കൂടെ ഒരു ഫീനോടൈപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോസോമൽ കോഡോമിനന്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ പെഡിഗ്രി ചാർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഓട്ടോസോമൽ ജീനിൽ രണ്ട് അലീൽസും ഫീനോടൈപ്പിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഓട്ടോസോമൽ കോഡോമിനന്റ്. ഓക്കെ, 27th question, both parents are group AB. Which of the following are possible in offspring? Option A AB group, B A group, C B group, and D all of the above. അതായത് ബോത്ത് പാരന്റ്സ്, രണ്ട് പാരന്റ്സും AB ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് ഓഫ്സ്പ്രിങ്ങിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. അതെങ്ങനെയാ വരുന്നത് നോക്കാം. ആൻഡ് ദിസ് ഇസ് ദ പെഡിഗ്രി ചാർട്ടിനെ നമ്മൾ ഒരു ടാബുലർ കോളത്തിലാക്കിയേക്കുന്നതാണിത്. ഇത് പാരന്റ് അലീൽസ് ആണ്. പാരന്റ് അലീൽസ് എ ആയാലും ബി ആയാലും ഒ ആയാലും എ ബി ആയാലും നമുക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ടാവാം എന്നുള്ളതിന്റെ ഒരു ഈസി അനാലിസിസ് ടേബിൾ ആണിത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇസ് മദർ ആൻഡ് അതർ ഇസ് ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ നമുക്കിപ്പോ ക്വസ്റ്റ്യനിൽ രണ്ടും എ ബി ഗ്രൂപ്പ് ആണ്. സോ അവരിൽ ഉണ്ടാവുന്ന അലീൽസ് എന്ന് പറയുന്നത് എ ആൻഡ് ബി അലീൽസ് ആണ്. ഫോർ മദർ ഇറ്റ് ഇസ് എ ആൻഡ് ബി ആൻഡ് ഫോർ ഫാദർ ഇറ്റ് ഇസ് എ ആൻഡ് ബി. സോ എ ആൻഡ് എ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ആണ്. ഇതിൽ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് ഫീനോടൈപ്പ് ആണ്.
and A and B combine ചെയ്തിട്ട് AB group. A and B again AB group and B and B again it's B group. So AB ആയിട്ടുള്ള പാരന്റ്സിൽ ഉണ്ടാവുന്ന ചാൻസ് ഉള്ള ഓഫ്സ്പ്രിംഗ് എന്ന് പറയുന്നത് AB or B ഗ്രൂപ്പ്. അതിൽ AB എന്ന് പറയുന്നത് 50% ആണ്, ബാക്കി രണ്ടും 25%. A or B ഗ്രൂപ്പ് 25% ആണ്. AB ബ്ലഡ് ഗ്രൂപ്പുള്ള ഓഫ്സ്പ്രിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഇറ്റ്സ് 50% ആണ്. ആൻഡ് അവരിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ് ആണെങ്കിൽ അതും കൂടെ നമുക്ക് ഇങ്ങനെ ഒരു ടേബുലാർ കോളം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹിയർ AB ബ്ലഡ് ഗ്രൂപ്പിൽ ഈ A ആവാം, AB ആവാം, B ആവാം. So option D, all of the above is the correct answer. Okay. 28th question. Color of antiserum AB is option A blue, B pink, C green and D colorless. Antiserum AB യുടെ കളർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അത് ഓപ്ഷൻ ബി പിങ്ക് ആണ് കറക്റ്റ് ആൻസർ. ബട്ട് കളർലെസ് എന്നും ചില തിയറിറ്റിക്കലി കളർലെസ് എന്നും പറയപ്പെടുന്നുണ്ട്. സോ അതൊരു ചാലഞ്ചിങ് ക്വസ്റ്റ്യൻ ആണ്. ബിയും ഡിയും കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അതിൽ PSC വിങ് കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. 29th question. Blood cells are produced mainly from heart, lungs, veins, bone marrow. ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതിൽ നിന്നാണ്? ഇതൊരു ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഹെമറ്റോപോയിസിസ് ക്ലാസ് എടുക്കുമ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ where the blood cells are produced is the bone marrow. Bone marrow എന്ന് പറയുന്നത് spongy part of bone ആണ്, which is present inside the central core of the bone. Boneന്റെ central portionലുള്ള spongy part of the boneനെയാണ് bone marrow എന്ന് പറയുന്നത്. ആ bone marrowയിലുള്ള hematopoietic cells എന്നാണ് blood cells എല്ലാം derive ചെയ്ത് വരുന്നത്. So option D ആണ് ഇതിൽ correct answer. ഇതൊരു simple question ആണ്. Okay. 30th one. Which of the following is not true about citrate as an anticoagulant? That is used in preservative solution in blood bags. It is used to collect blood for coagulation studies. It prevents clotting by inhibiting thrombin. All of the above. അതായത് ഒരു നമ്മുടെ സിട്രേറ്റ് ആന്റികോയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. CPDA സൊല്യൂഷൻ എന്ന് പറയുന്നത് സിട്രേറ്റ് ഫോസ്ഫേറ്റ് ഡെക്സ്ട്രോസ് എഡനിൻ സൊല്യൂഷൻ ആണ്. അതിൽ സിട്രേറ്റ് ആന്റികോയാഗുലന്റ് ബന്ധപ്പെട്ട് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ പ്രിസർവേറ്റീവ് സൊല്യൂഷൻ. ബ്ലഡ് ബാഗിൽ ഇറ്റ്സ് സിട്രേറ്റ് നമ്മൾ ഒരു ആന്റികോയാഗുലന്റ് ആയിട്ടും പ്രിസർവേറ്റീവ് ആയിട്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബി ഓപ്ഷൻ, യൂസ്ഡ് ടു കളക്ട് ബ്ലഡ് ഫോർ കോയാഗുലേഷൻ സ്റ്റഡീസിന്റെ ബ്ലഡ് കളക്ട് ചെയ്യാൻ നമ്മൾ സിട്രേറ്റ് ആണ്, ട്രൈസോഡിയം സിട്രേറ്റ് ആണ് ആന്റികോയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ ഇറ്റ് പ്രിവെന്റ് ക്ലോട്ടിംഗ് ബൈ ഇൻഹിബിറ്റിംഗ് ത്രോംബിൻ. ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം സിട്രേറ്റ് എന്ന് പറയുന്നത് അത് ആന്റികോയാഗുലൻസി എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഫോംസ് കാൽഷ്യം സിട്രേറ്റ്, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, റിമൂവ്ഡ് ആവുന്നു. അപ്പൊ കാൽഷ്യം റിമൂവ്ഡ് ആവുമ്പോൾ കോയാഗുലേഷൻ നടക്കുന്നില്ല. കാൽഷ്യത്തിനെ കീലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സിട്രേറ്റിന്റെ ഫംഗ്ഷൻ ആസ് ആൻ ആന്റികോയാഗുലന്റ്. ആൻഡ് ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആണ്. സോ ഓപ്ഷൻ സി എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഓപ്ഷൻ ഡിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫോൾസ് ആയിട്ട് സിട്രേറ്റുമായി ബന്ധപ്പെട്ട് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. And citrate mainly prevent the clotting by chelating calcium, which forming calcium citrate. Okay. 31st question. This is very simple. വായിക്കണം തന്നെ ഇല്ല. ഇതൊരു പ്ലസ് 2 കഴിഞ്ഞവർക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ഫ്ലെബോട്ടമി? ഫ്ലെബോട്ടമി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. Disposal of unused specimen, collection of blood, separation of blood from serum, instrument used to ensure QC in lab. Option B, blood collection ആണ് ഫ്ലെബോട്ടമി എന്ന് പറയുന്നത്, ഫ്ലെബോട്ടമി പ്രൊസീജിയർ എന്ന് പറയുന്നത്. ആൻഡ് ഫ്ലെബോട്ടമിസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡ് കളക്ട് ചെയ്യുന്ന ലബോറട്ടറി ടെക്നീഷ്യനെ പറയുന്നതാണ് ഫ്ലെബോട്ടമിസ്റ്റ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആൻസർ. 32, ഡിലേ ഇൻ റിലീസിംഗ് ടോണിക്കേറ്റ് ഡ്യൂറിംഗ് വെനിപങ്ക്ചർ കോസിംഗ് escape of fluid and hemoconcentration, hemodilution, both A and B, hemoconcentration only. അതായത് നമ്മൾ ടോർണിക്കേറ്റ് യൂസ് ചെയ്യും ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത്. ആൻഡ് വെനിപങ്ക്ചറിന് ശേഷം നമ്മൾ
ടോർണിക്കേറ്റ് റിലീസ് ചെയ്യാൻ കുറച്ചൊരു ഡിലേ ആയി കഴിഞ്ഞാൽ, മെയിൻലി 1 മിനിറ്റിനുള്ളിൽ നമ്മൾ ടോർണിക്കേറ്റ് അഴിക്കണം എന്നാണ്. അതിന് എന്തെങ്കിലും ഡിലേ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. കാരണം ടോർണിക്കേറ്റ് അവിടെ കെട്ടി കിടന്നു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് എസ്കേപ്പ് ആവും. നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷർ കൊടുക്കുന്ന കാരണം ടോർണിക്കേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാവും, ബ്ലഡ് ഫ്ലോയിൽ അവിടെ സ്റ്റോപ്പേജ് ഉണ്ടായിട്ട് ആ ഒരു റീജിയനിൽ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ, ഹീമോ കോൺസെൻട്രേഷൻ ഉണ്ടാവും, അതേപോലെ ഫ്ലൂയിഡിന്റെ എസ്കേപ്പ് ഉണ്ടാവും ആ ഒരു പങ്ക്ചർ സൈറ്റിൽ നിന്ന്. സോ ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, the blood group antigens of ABO system are made up of mainly fatty acids, proteins, pyrimidines, purines. ABO system antigens എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് കൊണ്ടാണ്. പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് മോയിറ്റി ആണ് അതിലുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ പ്രോട്ടീൻസ് ആണ് ഇതിൽ ആൻസറിൽ കൊടുത്തേക്കുന്നത് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, blood group having both anti-A and anti-B in their sera is A group, B group, O group, AB group. അതായത് എ ആൻഡ് ബി ആന്റിബോഡീസ് അവരുടെ സെറത്തിൽ ആന്റി എ ആൻഡ് ആന്റി ബി ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഒ ഗ്രൂപ്പ്. കാരണം ഒ ഗ്രൂപ്പില് എ ആൻഡ് ബി ആന്റിജൻസ് ആബ്സെന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി അവരുടെ സെറത്തിൽ ആന്റി എ ആൻഡ് ആന്റി ബി ആന്റിബോഡീസ് പ്രസന്റ് ആയിരിക്കും. എ ഗ്രൂപ്പില് എ ആന്റിജൻ ഉണ്ട്, സോ ബി ആന്റിബോഡീസ് ആണുള്ളത് സെറത്തില്. ബി ഗ്രൂപ്പില് ബി ആന്റിജൻ ആൻഡ് എ ആന്റിബോഡി. ഓക്കെ, അപ്പം എ ആൻഡ് ബി ആന്റിബോഡീസ് ഉള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒ ഗ്രൂപ്പ് ആണ്. ദിസ് ഇസ് ഓൾസോ എ വെരി സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 35th question, which is not correct about H antigen. It's present in all ABO group individuals. If not present, H antibody will be there in plasma. Besides in blood cell, it is present in tissues also. And H antigen present in Bombay group individual. H ആന്റിജനുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓരോ ഓപ്ഷനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞേക്കുന്നത് എല്ലാ ABO ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിലും H ആന്റിജൻസ് പ്രസന്റ് ആണെന്നാണ്. ഇറ്റ്സ് വെരി കറക്റ്റ് ആൻസർ, കറക്റ്റ് ഓപ്ഷൻ ആണ്. കാരണം H ആന്റിജൻ ആണ് എ ആൻഡ് ബി ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ H ആന്റിജൻ വെരി ലിറ്റിൽ എമൗണ്ട് എല്ലാ ABO ഗ്രൂപ്പ് സിസ്റ്റത്തിലും H ആന്റിജൻ പ്രസന്റ് ആണ്. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോട്ട് കറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് കെയർ ചെയ്ത് വായിക്കണം. കാരണം നോട്ട് കറക്റ്റ് ആണെന്നുള്ള നോട്ട് നമ്മൾ ചിലപ്പോൾ മിസ്സായിപ്പോ. ഓക്കെ, ഓപ്ഷൻ ബിയിൽ ഇഫ് നോട്ട് പ്രസന്റ് H ആന്റിബോഡി വിൽ ബി ദർ ഇൻ പ്ലാസ്മ. H ആന്റിജൻ ഇല്ല എങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആന്റിബോഡി പ്ലാസ്മ ഓർ സെറത്തിൽ പ്രസന്റ് ആയിരിക്കും. ദാറ്റ്സ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതിന് എക്സാമ്പിൾ ആണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ H ആന്റിജൻ ഇല്ല, പകരം അവരുടെ സെറത്തിൽ H ആന്റിബോഡി ഉണ്ട്. സോ അവരിൽ O ഗ്രൂപ്പ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, ഓൺലി ബോംബെ ഗ്രൂപ്പ് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ബിസൈഡ്സ് ഇൻ ബ്ലഡ് സെൽ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ടിഷ്യൂസ് ഓൾസോ. ബ്ലഡ് സെല്ലിൽ മാത്രമല്ല ടിഷ്യൂസിലും ഈ H ആന്റിജൻസ് പ്രസന്റ് ആണ്. ഫോർ എക്സാമ്പിൾ സലൈവ. ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് H ആന്റിജൻ പ്രസന്റ് ഇൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ്. ബോംബെ ഗ്രൂപ്പിൽ H ആന്റിജൻ ആബ്സെന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അവരിലെ ആന്റിബോഡീസ് H ആന്റിബോഡി ഉണ്ട്, പക്ഷെ H ആന്റിജൻ ആബ്സെന്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, 36th question, hybridoma technique is used to produce monoclonal antibody, to screen blood donors, to store blood, to separate blood components. ഹൈബ്രിഡോമ ടെക്നിക് എന്ന് പറയുന്നത് മെയിൻലി മോണോക്ലോണൽ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ആൻഡ് ഓപ്ഷൻ എ, ദിസ് ഇസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, കൂംസ് ടെസ്റ്റ് ഇസ് അതർവൈസ് നോൺ ആസ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ്, ആന്റി-ഹ്യൂമൻ ഗ്ലോബുലിൻ ടെസ്റ്റ്, ടിഷ്യൂ ടൈപ്പിംഗ് ടെസ്റ്റ്, ഡോണർ കോൺഫിഡൻസ് ടെസ്റ്റ്. കൂംസ് ടെസ്റ്റിന് നമ്മൾ ഏത് പേരിൽ പറയുന്നു എന്നാണ്. And Coombs test is also called AHG, that is anti-human globulin test. Option B ആണ് correct answer. ഇതെല്ലാം കുറച്ച് സിമ്പിൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 38th question, ഇതൊരു കൺഫ്യൂസിംഗ് ആണ്. കാരണം ഇതിന് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. In indirect Coombs test, sensitivity can be increased by the addition of enzymes, albumin, lys, all of the above.
അതായത് നമ്മൾ കൂംസ് ടെസ്റ്റില് അതിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടൻ റിയേജൻസ് ആഡ് ചെയ്യാം. എൻസൈം ട്രീറ്റഡ് ആയിട്ട് കൂംസ് ടെസ്റ്റ് ചെയ്യാം, ആൽബുമിൻ ട്രീറ്റഡ് ആയിട്ട് കൂംസ് ടെസ്റ്റ് ചെയ്യാം, ലോ അയോണിക് സ്ട്രെങ്ത് സലൈൻ ദാറ്റ് ഇസ് ലിസ് സൊല്യൂഷൻ യൂസ് ചെയ്തിട്ടുള്ള കൂംസ് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിലെല്ലാം സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. നിങ്ങൾ കറക്റ്റ് ആൻസർ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ. ബട്ട് PSC വിങ് കൊടുത്തേക്കുന്നത് പ്രൊഫഷണൽ ആൻസർ കീയിൽ ഓപ്ഷൻ എ ആണ് കൊടുത്തേക്കുന്നത്. That's definitely by mistake only. Okay, ഒരു ചേഞ്ച് ചെയ്യുന്നു വിചാരിക്കുന്നു. ആൻഡ് അതിന്റെ സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അഗൈൻ ചോദിച്ചേക്കുന്നത്. ആൻഡ് ഹിയർ അവർ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ആർ യൂസ്ഡ് ആസ് റിയേജന്റ് സെൽസ് ഇൻ കൂംസ് ടെസ്റ്റ്. കൂംസ് ടെസ്റ്റിൽ നമ്മൾ റിയേജന്റ് സെൽസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽസ് ടൈപ്പ് ഓഫ് സെൽസ് ഏതാണ്? അതായത് കൂംസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റ് ഉണ്ട്. ഡയറക്റ്റ് കൂംസ് ടെസ്റ്റിൽ നമ്മൾ പേഷ്യന്റിന്റെ തന്നെ RBCs ആണ് യൂസ് ചെയ്യുന്നത്. കാരണം റെഡ് സെല്ലിൽ ഓൾറെഡി ആന്റിജൻ കോട്ടഡ് ആണെന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ കൂംസ് റിയേജന്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, ബട്ട് ഇൻഡയറക്റ്റ് കൂംസ് ടെസ്റ്റിൽ നമ്മൾ സീറം ആണ് ടെസ്റ്റ് ചെയ്യുന്നത്. സിറത്തിൽ ഉള്ള ആന്റിബോഡീസിനെ നമ്മളൊരു റിയേജന്റ് സെൽസ്, ആന്റിജൻ കോട്ടഡ് ആയിട്ടുള്ള റിയേജന്റ് സെൽസ് യൂസ് ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. സോ ഇതിൽ കൂംസ് ടെസ്റ്റിന് നമുക്ക് റിയേജന്റ് ആയിട്ട് ഒരു സെൽ സസ്പെൻഷൻ ആവശ്യമാണ്. ആൻഡ് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി RH പോസിറ്റീവ് ആയിട്ടുള്ള O ഗ്രൂപ്പ് സെൽസ് ആണ് നമ്മൾ റിയേജന്റ് സെൽസ് ആയിട്ട് കൂംസ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 41. False negative results in AHG test may occur due to proson effect, inadequate incubation, inadequate washing, all of the above. അതായത് കൂംസ് ടെസ്റ്റ് ആണ് AHG ടെസ്റ്റ്. കൂംസ് ടെസ്റ്റില് false negative results വരാനുള്ള ചാൻസ്. വാട്ട് ഈസ് false negative എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയിട്ടുള്ളത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടി. അതിന്റെ കാരണം മേ ബി പ്രോസോൺ ഇഫക്റ്റ് ആവാം. പ്രോസോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള ആന്റിബോഡീസ് കാരണമാവാം. പിന്നെ ഇനാഡിക്വേറ്റ് ഇൻക്യുബേഷൻ ടൈമിങ് കറക്റ്റ് അല്ല. പിന്നെ വാഷിങ് കറക്റ്റ് അല്ല. 3 times സലൈനിൽ വാഷ് ചെയ്യുന്നുണ്ട്, ഓർ ലിസ് സൊല്യൂഷനിൽ വാഷ് ചെയ്യുന്നുണ്ട്. വാഷിങ്ങിൽ എന്തെങ്കിലും ഇനാഡിക്വസി വരാം. ആൻഡ് ഈ കാരണത്താലെല്ലാം AHG ടെസ്റ്റിൽ ഫോൾസ് നെഗറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 42 അതിന്റെ നേരെ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ആണ്. ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ഇൻ കൂംസ് ടെസ്റ്റ് മേ റിസൾട്ടഡ് ഫ്രം over centrifugation, cold antibody in the sample, dirty glasswares, all of the above. ഇതിൽ ഓവർ സെൻട്രിഫ്യൂഗേഷൻ കാരണം കോൾഡ് ആന്റിബോഡീസ് സാമ്പിളിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് വെയർസ് ഡേർട്ടി ആയിട്ടുള്ള ഗ്ലാസ് വെയർസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഫോൾസ് പോസിറ്റീവ് റിസൾട്ട്സ് വരാം. സോ ഓൾ ഓഫ് ദി അബവ് ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, during antibody detection, cells that act as autocontrol are. Autocontrol ആയിട്ട് ആക്ട് ചെയ്യുന്ന സെൽസ് ഏതാണ് ആന്റിബോഡി ഡിറ്റക്ഷന്റെ സമയത്ത്? പേഷ്യന്റ് സീറം, പേഷ്യന്റ് ഓൺ സെൽസ്, പൂൾഡ് സെൽസ് ഫ്രം ഡോണർ, ബോംബെ ഗ്രൂപ്പ് സെൽസ്. ഓക്കെ, ഹിയർ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. പേഷ്യന്റ് ഓൺ സെൽസ് ആണ് ഓപ്ഷൻ ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡ്യൂറിങ് ആന്റിബോഡി ഡിറ്റക്ഷൻ സെൽസ് ദാറ്റ് ആക്ട് ആസ് ഓട്ടോ കൺട്രോൾ ആർ. ഓപ്ഷൻ നമ്മൾ ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെൽസ് ഏതാണ്? ഓട്ടോ കൺട്രോൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സെൽസ് എന്നാണ് ചോദ്യം. അപ്പൊ എന്തായാലും പേഷ്യന്റ് സീറം അല്ല, സെൽസ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ പേഷ്യന്റ് ഓൺ സെൽ ആവാം, പൂൾഡ് സെൽ ഫ്രം ദ ഡോണർ ആവാം, ബോംബെ ഗ്രൂപ്പ് സെൽ ആവാം. ഡെഫിനറ്റ്ലി പേഷ്യന്റ് ഓൺ സെൽസ് ആണ് കറക്റ്റ് ആൻസർ. കാരണം പേഷ്യന്റിന്റെ സെല്ലിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോ ആന്റിബോഡീസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേഷ്യന്റ് ഓൺ സെൽസ് വെച്ചിട്ട് നമ്മുടെ സീറം തന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ,
So option B ആണ് ഇതിലെ correct answer. Next one, antibodies that are said to be complete, cold and bigger in size are IgM, IgG, IgE, IgA. അതായത് കംപ്ലീറ്റ് ആന്റിബോഡീസ് എന്നറിയപ്പെടുന്നതും കോൾഡ് റിയാക്ടിങ് ആന്റിബോഡീസ് ആൻഡ് ബിഗർ സൈസുള്ള ആന്റിബോഡീസ്. ഡെഫിനറ്റ്ലി ഓപ്ഷൻ എ IgM ആണ് ഈ എല്ലാ ഫീച്ചേഴ്സ് ഉള്ള ആന്റിബോഡി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എ പെന്റാമർ ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്, IgM ആന്റിബോഡീസ്. സോ option A is the correct answer here. 45. During preservation of reagent red cells, cryoprotective agent is sucrose, glycerol, both A and B, none of this. നമ്മൾ റിയേജന്റ് റെഡ് സെൽസിനെ പ്രിസർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റീവ് ഏജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ് സൂക്രോസ് ആൻഡ് ഗ്ലിസറോൾ. അതിന് ന്യൂട്രീഷൻ കൊടുക്കുന്ന സൂക്രോസും ഉണ്ട്, പിന്നെ ഗ്ലിസറോളും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. ഓക്കെ. Characteristics of IgG antibody include it's detected by enzyme test, they are warm antibodies, they detected by ICT, indirect Coombs test, and option D all of the above. നമുക്ക് IgG ആന്റിബോഡി എന്ന് പറയുന്നത് വാം ആന്റിബോഡി ആണ്, കാരണം അത് 37 ഡിഗ്രിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എൻസൈം ടെസ്റ്റിലും അതുപോലെ ICTയിലും നമുക്ക് ഡിറ്റക്റ്റബിൾ ആണ്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ് ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഓക്കെ. 47. Technical errors that leads to transfusion reaction except errors in blood grouping, errors in antibody detection, failure to observe compatibility results, donors unwillingness to donate blood. അതായത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്, അതല്ലാത്ത എക്സെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിലുള്ള എറേഴ്സ് കാരണം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാവാം, ആന്റിബോഡി ഡിറ്റക്ഷനിലുള്ള എറേഴ്സ് കാരണം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടാവാം, പിന്നെ കോമ്പാറ്റിബിലിറ്റി റിസൾട്ട് അതായത് ക്രോസ് മാച്ചിങ് റിസൾട്ട്സിൽ എന്തെങ്കിലും ഫെയിലിയർ ആവുന്ന കാരണം ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാവാം. പിന്നെ ഡി ഓപ്ഷൻ എന്ന് പറയുന്നത് ഡോണേഴ്സ് അൺവില്ലിംഗ്നെസ് ടു ഡൊണേറ്റ് ബ്ലഡ്. അത് നമ്മുടെ ലബോറട്ടറി ടെക്നിക്കുമായി ബന്ധപ്പെട്ട എറർ അല്ല, കാരണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഡോണർ എന്താണ് ആഗ്രഹിക്കുന്നില്ല, അൺവില്ലിംഗ്നെസ് ആണെങ്കിൽ അത് നമ്മുടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. സോ ഇവിടെ എക്സെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 48 question. Majority of transfusion reaction are of type AHTR, FNHTR, GVH, circulatory overload. AHTR means acute hemolytic transfusion reaction ആണ്. FNHTR means febrile non-hemolytic transfusion reaction. GVH means graft versus host disease and circulatory overload. ഇതിലെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് FNHTR ഓപ്ഷൻ ബി ആണ്. ആൻഡ് ദാറ്റ് ഇസ് febrile non-hemolytic transfusion reaction. 49. The patients who receive repeated transfusions may develop hemosiderosis, hemolytic reactions, non-hemolytic reactions, anaphylactic transfusion reaction. റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിസീവ് ചെയ്യുന്ന പേഷ്യന്റിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള എന്തൊരു കണ്ടീഷൻ ആണെന്ന്. ഓപ്ഷൻ എ ഹീമോസിഡറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഓവർലോഡ് ആവുന്നതാണ്. ഹീമോലിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC ലൈസിങ് റിയാക്ഷൻ. നോൺ ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ഫിബ്രൈൽ പോലത്തെ FNHTR പോലത്തെ നോൺ ഹീമോലൈറ്റിക് റിയാക്ഷൻസ് ആൻഡ് അനാഫൈലാക്റ്റിക് ഓർ അലർജിക് ആയിട്ടുള്ള ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ഇതിൽ റിപ്പീറ്റഡ് മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ, ഫോർ എക്സാമ്പിൾ തലസീമിയയിലൊക്കെ നമ്മൾ മൾട്ടിപ്പിൾ ഒരുപാട് പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റിസീവ് ചെയ്യുന്നവർക്ക് തലസീമിക് പേഷ്യന്റിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീമോസിഡറോസിസ്, ദാറ്റ് ഇസ് അയൺ ഓവർലോഡ് ആണ്. സോ നമ്മൾ അയൺ കീലേറ്റിംഗ് ഏജൻസ് ഒക്കെ കൂടെ അതിന്റെ കൂടെ അലോങ് വിത്ത് ദ ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ അതും കൂടെ കൊടുക്കണം. So iron overload leads to hemosiderosis and option A is the correct answer. 50th question. Non-hemolytic transfusion reactions include pink plasma, no increase in bilirubin, no hemoglobinuria, and B and C are correct. ഇതിലെ ഹീമോലിറ്റിക് അല്ലാത്ത ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, ഹീമോലിറ്റിക് മീൻസ് RBC ലൈസിങ് കാരണം ഉണ്ടാവുന്ന ആ ഒരു പാത്വേയിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ റിസൾട്ട്സ് ഉണ്ടാക്കും. പക്ഷെ നോൺ ഹീമോലിറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അതിൽ നമുക്ക്
ബിലിറുബിന്റെ ഇൻക്രീസ് ഉണ്ടാവില്ല. കാരണം ബിലിറുബിൻ ഇസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഹീമിന്റെ ഡിസ്ട്രക്ഷനിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് ബിലിറുബിൻ. ആൻഡ് ഹീമോഗ്ലോബിനൂറിയ, ഹീമോഗ്ലോബിൻ നമ്മുടെ യൂറിനിൽ അപ്പിയർ ചെയ്യില്ല. സോ ഓപ്ഷൻ ബി ആൻഡ് സി കറക്റ്റ് ആൻസർ ആണ്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. Next one, result of a compatibility test is observed as agglutination, hemolysis, increase in temperature, either agglutination or hemolysis. ഒരു കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ് ഇസ് ദ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് ആണ്. അതിന്റെ വേറൊരു പേരാണ് കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റ്. ആൻഡ് അതിന്റെ റിസൾട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ആസ് എ ഹീമോലൈസിസ് ഓർ അഗ്ലൂട്ടിനേഷൻ ആണ്. അതായത് നമ്മൾ പേഷ്യന്റ് ഡോണർ റെഡ് സെല്ലും പേഷ്യന്റിന്റെ സീറോ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അഗ്ലൂട്ടിനേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഹീമോലൈസിസ് ആയിരിക്കും. അത് ഇൻകോമ്പാറ്റിബിൾ ആണെങ്കിൽ. സോ അഗ്ലൂട്ടിനേഷൻ ഓർ ഹീമോലൈസിസ് ഉണ്ടോ നോക്കിയിട്ടാണ് നമ്മൾ കോമ്പാറ്റിബിൾ ഓർ ഇൻകോമ്പാറ്റിബിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി, either agglutination or hemolysis is the correct answer. 52. Intravascular transfusion reactions are due to IgG, IgM and complement, phagocytosis, none of the above. Intravascular and extravascular transfusion reactions are there. അതിൽ IgM and complement ആണ് intravascular reactions, transfusion reactions ഉണ്ടാക്കുന്നത്. ആൻഡ് extravascular transfusion reactions ഉണ്ടാക്കുന്നത് IgG ആണ്. Here the correct option എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. Okay. Intravascular transfusion reaction is by IgM and extravascular is by IgG. Okay. What is the full form of AHTR എന്നാണ് question. This is very simple. Acute hemolytic transfusion reaction. Option B ആണ് ഇതിൽ correct answer. Okay. Then 54th, color of AHG reagent is, AHG എന്ന് പറയുന്നത് കൂംസ് റിയേജന്റ് ആണ്, ആന്റി ഹ്യൂമൻ ഗ്ലോബുലിൻ റിയേജന്റ്. ആൻഡ് അതിന്റെ കളർ കോഡ് ആണ് ചോദിച്ചേക്കുന്നത്. അതിൽ ഓപ്ഷൻ ഡി, ഗ്രീൻ കളർ ആണ് കൂംസ് റിയേജന്റിന്റെ കളർ എന്ന് പറയുന്നത്. സോ ഗ്രീൻ ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഡിഫറെന്റ് റിയേജന്റിന്റെ കളർ നമുക്ക് നോക്കാം. ആന്റി എ എന്ന് പറയുന്നത് ബ്ലൂ കളർ ആണ്. ആന്റി ബി ഇസ് യെല്ലോ ഇൻ കളർ. ആന്റി എ ബി ഇസ് പിങ്ക് ഓർ കളർലെസ് എന്നും പറയുന്നുണ്ട്. ആൻഡ് AHG കൂംസ് റിയേജന്റ് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുപോലെ ഇനിയും എക്സാമുകളിൽ ചോദിക്കാം. വാട്ട് ഇസ് ദ കളർ ഓഫ് ആന്റി എ, വാട്ട് ഇസ് ദ കളർ ഓഫ് ആന്റി ബി. ഹിയർ കൂംസ് റിയേജന്റിന്റെ കളർ ഗ്രീൻ ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. 55. For DAT patient, cell suspension is prepared as 2 to 4%, 0.5 to 1%, 10 to 20%, none of the above. DCT or direct Coombs test ആണ്. അതിലെ പേഷ്യന്റിന്റെ സെൽ സസ്പെൻഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 2 to 4% ആണ്. നമ്മൾ ഫോർവേഡ് ഗ്രൂപ്പിംഗിലൊക്കെ ചെയ്യുന്നത് പോലെ 2 to 4% ഓഫ് സെൽ സസ്പെൻഷൻ ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. LIS is a type of incubator, saline solution, component separator, cleaning solution. LIS എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗിലായാലും ക്രോസ് മാച്ചിങ്ങിലായാലും AHG ടെസ്റ്റിലായാലും ഒക്കെ നമ്മൾ സെൻസിറ്റിവിറ്റി ആൻഡ് റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ആണ് LIS, ആൾട്ടർനേറ്റീവ് ടു നോർമൽ സെലൈൻ. ആൻഡ് ദാറ്റ് ഇസ് ആക്ച്വലി ദ സലൈൻ സൊല്യൂഷൻ തന്നെയാണ്. പക്ഷെ അതിൽ ലോ അയോണിക് സ്ട്രെങ്ത് സലൈൻ ആണ്. അതിൽ അയോണിന്റെ കോൺസെൻട്രേഷൻ വളരെ റെഡ്യൂസ്ഡ് ആണ്, റിയാക്ഷൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ ബി ഇറ്റ്സ് എ സലൈൻ സൊല്യൂഷൻ ആണ്. ആൻഡ് ലിസ് ഫുൾ ഫോം ഇസ് ലോ അയോണിക് സ്ട്രെങ്ത് സലൈൻ. 57. A serological marker of HPV infection indicating active viral replication or high infectivity.
അതായത് HBV ഇൻഫെക്ഷനിൽ ഡിഫറെന്റ് ആന്റിജൻസ് ആൻഡ് ആന്റിബോഡീസ് അതിന്റെ ഓരോ സ്റ്റേജിൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഡിഫറെന്റ് സ്റ്റേജിൽ ഓരോ ആന്റിജൻ ആന്റിബോഡിയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എപ്പോഴും ഇതിൽ ചോദിച്ചിരിക്കുന്നത് ആക്റ്റീവ് വൈറൽ റെപ്ലിക്കേഷൻ ഓർ ഹൈ ഇൻഫെക്ടിവിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് HBV ഇൻഫെക്ഷനിൽ ഇൻഫെക്ടിവിറ്റി ഹൈ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മാർക്കർ ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. HBE ആന്റിജൻ. HBE ആന്റിജൻ നമ്മൾ സിറോളജിക്കലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി ഹൈ ഇൻഫെക്ടിവിറ്റി ഉണ്ട്. ആ പേഷ്യന്റ് ബ്ലഡ് ആ പേഷ്യന്റിൽ നിന്ന് മറ്റൊരാൾക്ക് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ പെർസെൻറ്റേജ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. 58th question. Which statement is true regarding Plasmodium vivax? It shows cytoadherence. Maurer's dots are seen. Dormant hepatic stage called hypnozoids can cause relapse. Cycle of schizogony is completed in 72 hours. ഇതെല്ലാം ഡിഫറെന്റ് പ്ലാസ്മോഡിയം സ്പീഷീസിനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് നമ്മളോട് ചോദിച്ചേക്കുന്നത് പ്ലാസ്മോഡിയം വൈവാക്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് ഓരോ ഓപ്ഷനും നോക്കാം. ഓപ്ഷൻ സി ആണ് വൈവാക്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആൻസർ. ആക്ച്വലി സൈറ്റോ അഡഹറൻസ് കാണിക്കുന്നതും പിന്നെ മൗറേഴ്സ് ഡോട്ട്സ് കാണിക്കുന്നതും പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ്. ഫാൽസിപ്പാരത്തിനാണ് സൈറ്റോ അഡഹറൻസ് എന്നുള്ള ഫീച്ചർ ഉള്ളതും മൗറേഴ്സ് ഡോട്ട്സ് ഉള്ളതും. ഓക്കെ, പിന്നെ സൈക്കിൾ ഓഫ് ഷൈസോഗണി ഈസ് കംപ്ലീറ്റഡ് ഇൻ 72 hours ഓർ 3 days കൊണ്ട് ഷൈസോഗണി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം മലേറിയയിലാണ്. ആൻഡ് ഇവിടെ ചോദിച്ചേക്കുന്നത് വൈവാക്സുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. വൈവാക്സ് ആൻഡ് ഒവൈലിനാണ് ഹിപ്നോസോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെപ്പാറ്റിക് സ്റ്റേജ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് എ ഡോർമെന്റ് ആയിട്ടുള്ള ഹെപ്പാറ്റിക് സ്റ്റേജ് ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഈ ഹിപ്നോസോയിഡിക് സ്റ്റേജ് ഉണ്ടെങ്കിൽ അത് റിലാപ്സ് കോസ് ചെയ്യുന്നുണ്ട്. സോ വൈവാക്സ് ആൻഡ് ഒവൈൽ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 59th ആണ്. The Treponema pallidum may be demonstrated by Fontana's method, India ink method, dark ground microscopy, all of the above. Treponema pallidum കോസ് ചെയ്യുന്ന ഡിസീസ് എന്ന് പറയുന്നത് സിഫിലിസ് ആണ്. ആൻഡ് അത് നമ്മൾ എങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, ക്ലിനിക്കൽ സാമ്പിളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഈ ട്രിപ്പോണിമ പല്ലീഡത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി തിൻ ആണ്. ഒരു വെരി ലോങ് ആൻഡ് വെരി തിൻ ആണ്. ദാറ്റ് ഇസ് ഒരു 10 to 15 മൈക്രോമീറ്റർ ലെങ്ത് ഉണ്ട്. ബട്ട് ദ തിക്നെസ് ഇസ് അബൌട്ട് 0.15 മൈക്രോൺ. 0.1 മാത്രമേ അതിന്റെ തിക്നെസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പി, ഓർഡിനറി മൈക്രോസ്കോപ്പിയിൽ സ്പെഷ്യൽ സ്റ്റെയിനിൽ നമുക്കത് ഡിറ്റക്റ്റബിൾ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സെവറൽ മെത്തേഡ്സ് യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒന്നിക്ക് ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഡാർക്ക് കളർ ആക്കിയിട്ട് അതിന്റെ ട്രിപ്പോണിമ പല്ലീഡം ഓർഗാനിസത്തിന് മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന വിധത്തിൽ. ഓർ വി ക്യാൻ യൂസ് സിൽവർ ഇംപ്രഗ്നേഷൻ, സിൽവർ ഹെവി മെറ്റൽ സോൾട്ട് ഈ ട്രിപ്പോണിമ പല്ലീഡം ഓർഗാനിസത്തിന്റെ മുകളിൽ ഡെപ്പോസിറ്റഡ് ആയിട്ട് അത് നമുക്കൊരു തിക്ക് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് കാണിക്കുന്നു. സോ ദാറ്റ് ഇസ് ദ ഫോണ്ടാനാസ് മെത്തേഡ്. പിന്നെ ഇന്ത്യ ഇങ്ക് മെത്തേഡ് ഉണ്ട്. സോ ഇതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഫോണ്ടാനാസ് മെത്തേഡ്, ഇന്ത്യ ഇങ്ക് മെത്തേഡ്, ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പി, ഓൾ ഓഫ് ദ അബോവ്. ട്രിപ്പോണിമ പല്ലീഡത്തിന് നമ്മൾ ഈ എല്ലാ മെത്തേഡ്സും കൊണ്ടും യൂസ് ചെയ്തിട്ടും ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ അബോവ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് 10 to 15 മൈക്രോൺ ലെങ്ത് ഉണ്ട്, പക്ഷെ തിക്നെസ് ഇസ് അബൌട്ട് 0.15 ഓൺലി. ഹെൻസ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഡെമോൺസ്ട്രേറ്റ് അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് വിത്ത് ഓർഡിനറി സ്റ്റെയിൻ. Next one, HCV, hepatitis C virus belongs to the family Flaviviridae, Picornaviridae, Arinaviridae, none of the above. അതായത് ഓരോ ഹെപ്പറ്റൈറ്റിസ് എ ആയാലും ബി ആയാലും സി ആയാലും ഇ ആയാലും ഡി ആയാലും ABCE എല്ലാ ഹെപ്പറ്റൈറ്റിസും ഡിഫറെന്റ് ഫാമിലിയിലാണ് ബിലോങ് ചെയ്യുന്നത്. സോ okay, 60th question. HCV belongs to the family
ഫ്ലേവിവിറിഡെ, പെക്കോർണാവിറിഡെ, അരിനാവിറിഡെ, നൺ ഓഫ് ദ എബോവ്. അതായത് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹെപ്പറ്റൈറ്റിസ് എ വൈറസും ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ് ഉണ്ട്. ഈ ഓരോ വൈറസും ഓരോ ഫാമിലിയാണ്, ദാറ്റ് കംസ് അണ്ടർ ഡിഫറെന്റ് ഫാമിലി. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് വരുന്ന ഫാമിലിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ എ ഫ്ലാവിവിറിഡയിലാണ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതർ വൈറസ് എവിടെയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. Okay, 59th question is Treponema pallidum may be demonstrated by Fontana's method, India ink method, dark ground microscopy, all of them. ഇതിൽ ഈ ഓപ്ഷനിൽ തന്നേക്കുന്ന എല്ലാ മെത്തേഡ് വഴിയും നമുക്ക് ട്രിപ്പോണിമ പല്ലീഡത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഡി ആണ് അതുകൊണ്ട് കറക്റ്റ് ആൻസർ. ആൻഡ് ട്രിപ്പോണിമ പല്ലീഡം എന്ന് പറയുന്നത് ഇറ്റ്സ് an organism or pathogen which cause the disease. സിഫിലിസ് എന്ന അസുഖം ഉണ്ടാക്കുന്ന ഒരു പത്തോജൻ ആണ് ട്രിപ്പോണിമ പല്ലീഡം. ആൻഡ് നമ്മുടെ ബ്ലഡ് ബാങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം 5 ടെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ടെസ്റ്റ് ആണ് സിഫിലിസിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റിൽ എന്താണ് ബ്ലഡ് സ്റ്റോർ ചെയ്യണോ ഡിസ്കാർഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് 5 സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ട്രിപ്പോണിമ പല്ലീഡത്തിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ലോങ് ആൻഡ് വെരി തിൻ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഇതിനുള്ളത്. ഇറ്റ്സ് അബൌട്ട് 10 to 15 മൈക്രോമീറ്ററോളം ലെങ്ത് ഉണ്ട്. പക്ഷേ തിക്നെസ് എന്ന് പറയുന്നത് അബൌട്ട് 0.15 മൈക്രോൺ ആണ്. സോ അതിനെ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പി, ഒരു ഓർഡിനറി സ്റ്റേജിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ സിൽവർ ഇംപ്രഗ്നേഷൻ, അതായത് ഹെവി മെറ്റൽ സോൾട്ട് ആ ഒരു ഓർഗാനിസത്തിന് മുകളിൽ ഇംപ്രഗ്നേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ട് ഓർഗാനിസത്തിന് വ്യൂ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ ഫോണ്ടാനാസ് മെത്തേഡ്. മെസൻസ് ഫോണ്ടാന മെത്തേഡ് എന്ന് പറയുന്നത് സിൽവർ ഇംപ്രഗ്നേഷൻ ടെക്നിക് ആണ്. പിന്നെ ഉള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഡാർക്ക് ആയിട്ട് കാണുന്ന വിധത്തിലുള്ള ഡാർക്ക് ഗ്രൗണ്ട് മൈക്രോസ്കോപ്പി യൂസ് ചെയ്യാം, പിന്നെ ഇന്ത്യ ഇങ്ക് യൂസ് ചെയ്യാം. സോ എല്ലാ മെത്തേഡും നമുക്ക് ട്രിപ്പോണിമ പല്ലീഡത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. Next question, HCV belongs to the family Flaviviridae, Pecornaviridae, Erinaviridae, none of the above. Hepatitis C virus include ചെയ്തിരിക്കുന്ന ഫാമിലി ഏതാണെന്നാണ്. ആൻഡ് ഫ്ലേവിവിറിഡെ ഫാമിലിയിലാണ് HCV ബിലോങ് ചെയ്യുന്നത്. ഹിയർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇതേപോലെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ്, അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ഇ വൈറസ്, ഇതെല്ലാം ഇതുപോലെ ഡിഫറെന്റ് ഫാമിലിയാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർ ഫ്ലേവിവിറിഡെ കംസ് അണ്ടർ HCV-യിലാണ്. HCV വരുന്നത് ഫ്ലേവിവിറിഡെ ഫാമിലിയിലാണ്. HAV, hepatitis A virus comes under Pecornaviridae family. Hepatitis B virus comes under Hepatnaviridae family. Hepatitis E virus comes under Hepaviridae family. Okay, so ഇതാണ് ഡിഫറെന്റ് ഫാമിലി ഓഫ് ഡിഫറെന്റ് ഹെപ്പറ്റൈറ്റിസ്. എല്ലാ ഹെപ്പറ്റൈറ്റിസും ഒരേ ഫാമിലി അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. 61. Antibody marker of HBV acute infection is anti-HBs, anti-HBC IgG, anti-HBE, anti-HBC IgM. അതായത് നമുക്ക് അറിയാം HBV അക്യൂട്ട് ആൻഡ് ക്രോണിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. എപ്പോഴും റീസെന്റ് ഇൻഫെക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് IgM ആന്റിബോഡീസ്. അതായത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി ആ പെട്ടെന്ന് ഉണ്ടാവുന്ന ആന്റിബോഡി എന്ന് പറയുന്നത് IgM ആണ്. പിന്നെ ഡിലേ ആയിട്ട് ഉണ്ടാവുന്ന ആന്റിബോഡിയാണ് IgG. ദാറ്റ് ഇസ് ക്രോണിക് ഇൻഫെക്ഷനിലെ മെയിൻലി IgG ആന്റിബോഡീസ് ആണ് ഉണ്ടാവുന്നത്. ഹിയർ HBV അക്യൂട്ട് ഇൻഫെക്ഷന്റെ ആന്റിബോഡി മാർക്കറാണ് ചോദിച്ചത്. And definitely anti-HBC IgM. HBC IgM in the antibodies ആണ് acute infection ഉണ്ടാവുന്നത്. Okay, so option D is the correct answer. And IgM indicate recent infection and IgG indicate late infection. 62. Identify a non-specific test for syphilis from the following. IC rapid strip test, TPPA test, FTA ABS. ഇങ്ങനൊരു ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതിന്റെ ഫുൾ ഫോം അറിയുന്നവർക്ക് മാത്രമേ, അതായത് ഇത് എന്താണ് ഈ ടെസ്റ്റ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്നവർക്ക് മാത്രമേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ.
ആൻഡ് നമുക്കറിയാം സിഫിലിസിന് സ്പെസിഫിക് ടെസ്റ്റും ഉണ്ട്, നോൺ സ്പെസിഫിക് ടെസ്റ്റും ഉണ്ട്. ഈ തന്നേക്കുന്നതിൽ എല്ലാം സ്പെസിഫിക് ആണ് എക്സെപ്റ്റ് ഒന്ന് മാത്രമാണ് നോൺ സ്പെസിഫിക് ടെസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ആൻസർ എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്, TRUST. ദാറ്റ് കംസ് അണ്ടർ നോൺ സ്പെസിഫിക് ടെസ്റ്റ് ഫോർ സിഫിലിസ്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു RPR ആൻഡ് VDRL ടെസ്റ്റ്. നമ്മൾ RPR ടെസ്റ്റിലും VDRL ടെസ്റ്റിലും ഒക്കെ അതൊക്കെ സിഫിലിസിന് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് ടെസ്റ്റുകൾ തന്നെയാണ്. ആൻഡ് അതിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് കാർഡിയോലിപ്പിൻ ആന്റിജൻ ആണ്. സോ സെയിം കാർഡിയോലിപ്പിൻ തന്നെയാണ് നമ്മൾ ട്രസ്റ്റിലും ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എ നോൺ സ്പെസിഫിക് ടെസ്റ്റ്. നമുക്ക് ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ IC, ഇമ്മ്യൂണോക്രോമറ്റോഗ്രാഫിക് സ്ട്രിപ്പ് ടെസ്റ്റ് ആണിത്. അതൊരു കാർഡ് ടെസ്റ്റ് മാതിരിയുള്ള ഇമ്മ്യൂണോക്രോമറ്റോഗ്രാഫിക് സ്ട്രിപ്പ് ടെസ്റ്റ് ആണ് IC എന്ന് ഉദ്ദേശിക്കുന്നത്. TPPA ഇസ് ദ ട്രിപ്പോണിമ പലീഡം പാർട്ടിക്കിൾ എഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഓക്കെ, TPPA എന്ന് പറയുന്നത് ട്രിപ്പോണിമ പലീഡം പാർട്ടിക്കിൾ എഗ്ലൂട്ടിനേഷൻ എസ്സേ ആണ്. ആൻഡ് ട്രസ്റ്റ് ആണ് ടോളുവിഡിൻ റെഡ് അൺഹീറ്റഡ് സിറം ടെസ്റ്റ്. ആൻഡ് ട്രസ്റ്റ് സിമിലർ ടു RPR ഓർ VDRL. ആൻഡ് കാർഡിയോലിപ്പിൻ ആന്റിജൻ ആണ് ഈ ട്രസ്റ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് FDA ABS എന്ന് പറയുന്നത് ഫ്ലൂറസെന്റ് ട്രിപ്പോണിമർ ആന്റിബോഡി അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇതിൽ IC, TPPA ആൻഡ് FDA ABS എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെസിഫിക് ടെസ്റ്റുകളാണ്. അതിൽ ട്രസ്റ്റ് മാത്രമാണ് നോൺ സ്പെസിഫിക് ടെസ്റ്റ് ഫോർ സിഫിലിസ്. ഓക്കെ, which among the following is a DNA virus? HAV, HPV, HCV, HEV. ഇതിൽ എല്ലാം RNA വൈറസ് ആണ്, ഒന്ന് മാത്രം DNA വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസിൽ DNA വൈറസ് ആയിട്ട് വരുന്നത് ഡെഫിനറ്റ്ലി ഹെപ്പറ്റൈറ്റിസ് B വൈറസ് ആണ്. This is also a direct simple question. HBV ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. 64. Malaria antigen test is based on the principle CIA, PCR, immunofluorescence, none of the above. ഇതിൽ മലേറിയ ആന്റിജൻ ടെസ്റ്റിന്റെ പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. കാരണം PSC പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് CIA ഓപ്ഷൻ A ആണ്. പക്ഷെങ്കിൽ മെയിൻലി നമ്മൾ മലേറിയ ആന്റിജൻ ഡിറ്റക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് CIA, ഇറ്റ്സ് ബൈ ലാറ്ററൽ ഫ്ലോ അസേ വഴിയാണ് നമ്മൾ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യുന്നത്. കൗണ്ടർ ഇമ്മ്യൂണോ അസേ ആണ് CIA. കൗണ്ടർ ഇമ്മ്യൂണോ അസേ വഴിയല്ല നമ്മൾ മലേറിയ ആന്റിജനെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ മേ ബി ഓപ്ഷൻ D is the correct answer. None of the above ആണ് correct answer ആവാനുള്ള ചാൻസ്. ഇറ്റ് മേ ബി മിസ്റ്റേക്കൺ ആയിട്ടായിരിക്കും അവർ ഓപ്ഷൻ A കൊടുത്തേക്കുന്നത്. ഓക്കെ, 65th. Which among the following is not a character of HIV-2? It progresses at a slower rate, mainly present in West Africa, contains the envelope protein glycoprotein 41 and glycoprotein 120, lower rate of transmission. ഇതിൽ HIV നമുക്കറിയാം 1 and 2 ഉണ്ട്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് 1 and 2 ഉണ്ട്. അതിൽ 2 എന്ന് പറയുന്നത് ലെസ് പെത്തോജനിക് ആണ് 1-നെ അപേക്ഷിച്ച്. ആൻഡ് 2-ന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്, ഒന്ന് മാത്രം 2-ന്റെ ക്യാരക്ടർ അല്ല. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രോഗ്രസസ് അറ്റ് എ സ്ലോവർ റേറ്റ്. ഇറ്റ്സ് കറക്റ്റ് ആണ്. HIV-2 സ്ലോ ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ആൻഡ് മെയിൻലി അത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തതും ഇപ്പൊ പ്രസന്റ് ആയിരിക്കുന്നതും HIV-2 വെസ്റ്റ് ആഫ്രിക്കയിലാണ്. ആൻഡ് third option contains the envelope protein glycoprotein 41 and glycoprotein 120. And this is the feature of HIV-1 ആണ്. Human immunovirus 1-ന്റെ feature ആണിത്. Which contain an envelope protein that is glycoprotein 41 and glycoprotein 120. So ഈ C option ആണ് HIV-2 ആയി ബന്ധപ്പെട്ട false ആയിട്ടുള്ള statement. And D is lower rate of transmission. Definitely HIV-2-ന്റെ ട്രാൻസ്മിഷൻ റേറ്റും വളരെ കുറവാണ്. സോ ഹിയർ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമുക്ക് HIV-2-ലുള്ള ഗ്ലൈക്കോപ്രോട്ടീൻ എന്താണെന്ന് നോക്കാം. HIV-2 contains the envelope protein glycoprotein 110 and glycoprotein 36 ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. HIV-1-ൽ ഗ്ലൈക്കോപ്രോട്ടീൻ 41 and 120 ആണുള്ളത്. HIV-2-ൽ ഗ്ലൈക്കോപ്രോട്ടീൻ 110 and 36 ആണുള്ളത്. ഓക്കെ, 66. Australia antigen is the surface component of HCV, HEV, HIV, HBV. Australia antigen എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി HBV ആണ്. ഹെപ്പറ്റൈറ്റിസ് B വൈറസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന HBsAg ആന്റിജൻ ആണ് നമ്മൾ ഓസ്ട്രേലിയ ആന്റിജൻ എന്ന് പറയുന്നത്. നമ്മൾ ഓസ്ട്രേലിയയിലാണ്, ഓസ്ട്രേലിയൻ അബോറിജിൻ അതിന്റെ സെറത്തിലാണ് നമ്മൾ HBV-നെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ആയിട്ട്. സോ ഡെഫിനറ്റ്ലി ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ.
Next, malignant tertiary malaria is caused by Plasmodium falciparum, Plasmodium vivax, Plasmodium ovale, Plasmodium malaria. ഇതിൽ മാലിഗ്നന്റ് ടെർഷ്യറി മലേറിയ, അതായത് സിവിയർ ആയിട്ടുള്ള മലേറിയ കോസ് ചെയ്യുന്നത്, ഇതെല്ലാം മലേറിയ കോസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം ആണ്. അതിൽ സിവിയർ മലേറിയ കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. ആൻഡ് ഇറ്റ് കോസ് മാലിഗ്നന്റ് ടെർഷ്യറി മലേറിയ. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Find out the false statement from the following regarding specific trypanomal test. Specific trypanomal test ആയി ബന്ധപ്പെട്ട false statement ആണ് ചോദിച്ചിരിക്കുന്നത്. Positive test indicate infection. Test may become non-reactive in late syphilis. Used to check positive cardiolipin test reaction. Test remain positive for many years. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ട്രിപ്പോണിമൽ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഉണ്ട്, നോൺ സ്പെസിഫിക് ഉണ്ട്. ഇതിൽ സ്പെസിഫിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാം 3 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് റോങ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ്, പോസിറ്റീവ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ് ഇൻഫെക്ഷൻ. സ്പെസിഫിക് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് കൺഫർമേറ്ററി ആയിട്ട് പറയാം ഇറ്റ് ഇസ് ഇൻഫെക്റ്റഡ് ആണ്, ട്രിപ്പോണിമ പല്ലിഡം ഇൻഫെക്റ്റഡ് ആണെന്നുള്ളത്. സോ ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, ടെസ്റ്റ് മേ ബിക്കം നോൺ റിയാക്റ്റീവ് ഇൻ ലേറ്റ് സിഫിലിസ്. And option C, used to check positive cardiolipin test എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ടെസ്റ്റ് ആണ്. അതിന്റെ പോസിറ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പെസിഫിക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ടെസ്റ്റ് റിമെയിൻ പോസിറ്റീവ് ഫോർ മെനി ഇയേഴ്സ്. ഇതിൽ ഓപ്ഷൻ ബി ആണ് സ്പെസിഫിക് ട്രിപ്പോണിമൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ടെസ്റ്റ് മേ ബിക്കം നോൺ റിയാക്റ്റീവ് ഇൻ ലേറ്റ് സിഫിലിസ്. നെക്സ്റ്റ് വൺ, the risk of HIV transmission through infected blood transfusion is estimated to be 5%, 30%, 70%, 90%. അതായത് HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ഒരു പേഷ്യന്റിന് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് HIV ട്രാൻസ്മിഷൻ എത്രത്തോളം റിസ്ക് ഉണ്ട്, ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെഫിനറ്റ്ലി 90% ആണ് ചാൻസ്. കാരണം HIV എന്ന് പറയുന്നത് ബ്ലഡ് ബോൺ പാത്തജൻ തന്നെയാണ്. അത് ബ്ലഡിലൂടെ തന്നെ ഇൻഫെക്റ്റഡ് ആവുന്നുണ്ട്. വേറെ സെവറൽ റൂട്ട്സ് ഉണ്ടെങ്കിലും ബ്ലഡ് ഇൻഫെക്ഷനും മോർ കോമൺ ആണ്. സോ 90% is the correct answer. Option D. 70. Serological marker of active HCV infection is anti-HCV, HCV RNA, both A and B, none of the above. None of the above. ഇതിൽ HCV, hepatitis C virus infection, active ഇൻഫെക്ഷന്റെ മാർക്കറാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ ആന്റി HCV എന്ന് പറയുന്നത് ആന്റിബോഡി ടു HCV വൈറസ് ആണ്. ആന്റിബോഡി എപ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആക്റ്റീവ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇൻഫെക്റ്റഡ് ആണ് എന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, മാർക്കർ എന്ന് പറയുന്നത് HCV RNA ആണ്. കാരണം RNA എന്ന് പറയുന്നത് വൈറസ് ഇറ്റ്സെൽഫ് ആണ്. HCV RNA വൈറസ് ആണ്. ആ വൈറസിനെ തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വൈറസ് അതിൽ ആക്റ്റീവ് ആയിട്ട് പ്രസന്റ് ആണെന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 71. HAM test is used for the definitive diagnosis of CHAD, PNH, hereditary hydrocytosis, none of the above. HAMS test എന്ന് പറയുന്നത് നമ്മൾ PNH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. PNH എന്ന് പറയുന്നത് പെറോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ ആണ്. ആൻഡ് ആ ഒരു ഡിസീസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസിഡിഫൈഡ് HAMS സിറം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് വാട്ട് ഇസ് PNH മീൻസ്? ഇറ്റ്സ് എ റെയർ അക്വയർഡ് ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ഓഫ് ദ ബ്ലഡ്. റെയർ ആയിട്ടുള്ള ഡിസീസ് ആണ്, പക്ഷെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആണ്. നമുക്ക് ഫ്ലോ സൈറ്റോമെട്രിയിൽ ഇപ്പം ഡിറ്റക്റ്റബിൾ ആണ്. ആൻഡ് ഇറ്റ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്ട്രക്ഷൻ ഓഫ് RBC, ബ്ലഡ് ക്ലോട്ട് ആൻഡ് ഇംപെയർഡ് ബോൺ മാരോ ഫംഗ്ഷൻ. RBC എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്റ്റഡ് ആയി പോകുന്നു. പിന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു, ബോൺ മാരോ ഫംഗ്ഷൻ ഇംപെയർഡ് ആവുന്നു. ഇതൊക്കെയാണ് PNHന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത്. റെയർ ആണെങ്കിലും അത് ഒരു ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് ആണ്. ആൻഡ് PNH എന്ന് പറയുന്നത് അസിഡിഫൈഡ് സിറം ടെസ്റ്റ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യും വെദർ RBC become more fragile when they are placed in a മൈൽഡ് ആസിഡ്. നമ്മൾ PNHന് വേണ്ടിയിട്ട് ഒരു മൈൽഡ് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മൈൽഡ് ആസിഡിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ RBC മോർ ഫ്രജൈൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് ഹാംസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഹാംസ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഹാംസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ PNH ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ഓക്കെ.
72. Find out the false statement regarding HDNB. Hemolytic disease of newborn ആണ് HDNB. അതുമായി ബന്ധപ്പെട്ട false statement ആണ് ചോദിച്ചേക്കുന്നത്. The affected infant presents with anemia. Reticulocyte is increased. Nucleated RBC is increased. Conjugated bilirubin is increased. ഇതിൽ HDNB ബന്ധപ്പെട്ട false statement ആണ് ചോദിച്ചേക്കുന്നത്. And answer is ഓപ്ഷൻ ഡി ആണ്, കോൺജുഗേറ്റഡ് ബിലിറുബിൻ ഈസ് ഇൻക്രീസ്ഡ്. കാരണം HDNBയിൽ കോൺജുഗേറ്റഡ് അല്ല, അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. കാരണം HDNB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറെന്റ് ഉണ്ട്. ABO HDN ഉണ്ട്, RH HDN ഉണ്ട്, അതർ ബ്ലഡ് ഗ്രൂപ്പ് HDN ഉണ്ട്. അതിൽ പിന്നെ സെൻസിറ്റൈസേഷൻ നടന്നിട്ട് മദറിന്റെ ബ്ലഡിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് കാരണം ഇൻഫന്റില് RBCന്റെ ലൈസിസ് ഉണ്ടാവും. ആൻഡ് ദിസ് ലൈസിസ് ലീഡ്സ് ടു, ഇത് കാരണം RBC ലൈസിസ് ഉണ്ടാവും. ഇങ്ങനെ ലൈസിസ് കാരണം RBC കൗണ്ട് കുറയുന്നു. സോ അനീമിയ, ഇൻഫന്റില് അനീമിയ ഡെവലപ്പ് ചെയ്യുന്നു. അനീമിയ കാരണം നമ്മുടെ എറിത്രോപോയിറ്റിൻ സ്റ്റിമുലേറ്റ് ചെയ്യും മോർ RBC പ്രൊഡക്ഷൻ എറിത്രോപോയ്സിന് വേണ്ടിയിട്ട്. അപ്പൊ റെറ്റിക്കുലോസൈറ്റ്സ് ഇമ്മച്വർ സ്റ്റേജ് ആയിട്ടുള്ള RBCന്റെ ഇമ്മച്വർ സ്റ്റേജ് റെറ്റിക്കുലോസൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ന്യൂക്ലിയേറ്റഡ് RBC ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് RBC ലൈസ് ചെയ്യുന്ന കാരണം ഹീം ആൻഡ് ഗ്ലോബിൻ പോർഷൻ ആയിട്ട് മാറും. ആൻഡ് ദിസ് ഹീം പോർഷനാണ് ബിലിറുബിൻ, അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആണ് കൂടുന്നത്. ഇറ്റ്സ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കോൺജുഗേറ്റഡ് ബിലിറുബിൻ എന്നാണ്. സോ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഡി. Because he break down to unconjugated bilirubin and hence serum level of unconjugated bilirubin is increased. Next question. Anticoagulant to blood ratio of CPD-A1 in a blood bag is 1:6, 1:7, 1:8, none of the above. ഇതില് ratio of blood to CPD-A1. ഫസ്റ്റ് ബ്ലഡ് ആണ്, നെക്സ്റ്റ് CPD-A1. അതിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് 1:7 ആണ്. നമ്മുടെ ബ്ലഡ് ബാഗിൽ യൂസ് ചെയ്യുന്ന ബ്ലഡ് ആൻഡ് ആന്റികോഗുലന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 1:7 ആണ്. ഹിയർ നമ്മൾ റേഷ്യോ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഏത് വേർഡ് ആണുള്ളത് എന്നാണ്. ഇഫ് CPD-A1 ടു ബ്ലഡ് ആണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഇത് 7:1 ആണ്. ഓക്കെ, പക്ഷെ ഓപ്ഷനിൽ അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. സോ വെറീഡ് ആവേണ്ടതില്ല. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന കണ്ടീഷനുണ്ട്. സോ അത് ശ്രദ്ധിക്കുക. ബ്ലഡ് ടു ആന്റികോഗുലന്റ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. 1:7 is the correct answer. 74. Laboratory diagnosis of AIHA include reticulocyte count, DCT, haptoglobin test, all of the above. AIHA means autoimmune hemolytic anemia. അതായത് ഒരു പേഷ്യന്റിന് ഇറ്റ്സെൽഫ് ആന്റിബോഡി പേഷ്യന്റ് ഇറ്റ്സെൽഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഹീമോലൈസിസ് കോസ് ചെയ്യുന്നു. ആൻഡ് ആ ഹീമോലൈസിസ് കാരണം അനീമിയ ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയ. എല്ലാ ഹീമോലൈറ്റിക് അനീമിയയിലും നമുക്കറിയാം റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് കൂടുന്നുണ്ട്. ആൻഡ് DCT പോസിറ്റീവ് ആയിരിക്കും AIHA. DCT എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടഡ് ആന്റിബോഡി കോട്ടഡ് ആയിട്ടുള്ള RBCനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ് കൂം സിറം യൂസ് ചെയ്തിട്ട്. സോ AIHA DCT പോസിറ്റീവ് ആണ്. നമ്മൾ ഹെറിഡിറ്ററി സ്ഫീറോസൈറ്റോസിസിനെയും AIHയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് DCT. DCT നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് മേ ബി HS. അപ്പോഴാണ് HS ആവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓസ്മോട്ടിക് ഫ്രജിലിറ്റി ടെസ്റ്റിലോട്ട് പോകുന്നത്. പിന്നെ ഹാപ്റ്റോഗ്ലോബിൻ ടെസ്റ്റ്, ഹാപ്റ്റോഗ്ലോബിൻ ലെവലും ഇൻക്രീസ് ചെയ്യും ഹീമോലൈസിസ് കാരണം. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. AIHയിൽ ഈ ടെസ്റ്റുകളെല്ലാം നമ്മൾ ഡയഗ്നോസിസിന്റെ പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. 75. Amniocentesis is indicated when the maternal antibody titer is 1:8, 1:1, 1:16, 1:32, none of the above. അതായത് നമ്മുടെ ABO HDN or RH HDN hemolytic disease of newborn കണ്ടീഷനിൽ RH ഇമ്മ്യൂണൈസേഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റേണൽ ബ്ലഡിൽ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ആന്റിബോഡീസ് ഇൻഫന്റിന്റെ റെഡ് സെല്ലിന് ലൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതിന് നമ്മൾ എപ്പോഴാണ് ആംനിയോസിന്തസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, മെറ്റേണൽ ആന്റിബോഡി ടൈറ്റർ ഇത്ര ലെവലിന് ഒരു മിനിമം ഇത്ര ലെവലിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആംനിയോസിന്തസിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് എപ്പോഴാണെന്നാണ്
ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് 1:32. 1:32 ആന്റിബോഡി ടൈറ്റർ ആവുമ്പോഴാണ് നമ്മൾ ആംനിയോസിന്തസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് antibodies are developed against RH positive blood, which is called RH sensitization എന്ന് പറയും. കാരണം എപ്പോഴും RH ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നത് RH പോസിറ്റീവ് ബ്ലഡിനോട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാലാണ്. ഓക്കെ, സോ amniotic fluid ആണ് നമ്മൾ ആന്റിബോഡി ടൈറ്ററിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 76. Each unit of whole blood increase the hemoglobin level 0.5 gram per deciliter, 1 gram per deciliter, 2 gram per deciliter, none of the above. അതായത് ഹോൾ ബ്ലഡിൽ 1 യൂണിറ്റ് ഓഫ് ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്പിയന്റിൽ എത്ര ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ആൻഡ് ഓപ്ഷൻ ബി 1 gram per deciliter ആണ് കറക്റ്റ് ആൻസർ. ഒരു 1 യൂണിറ്റ് ഓഫ് ഹോൾ ബ്ലഡ് എന്ന് 1 gram per deciliter ഓഫ് ഹീമോഗ്ലോബിൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, name the chart used to measure the severity of HDN. Lilly's chart, Kusum chart, Levy-Jennings chart, Shewhart chart. ഇതിൽ HDNന്റെ സിവിയാരിറ്റി എത്രത്തോളം ഉണ്ട് HDN എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് ലില്ലീസ് ചാർട്ട്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ലില്ലീസ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ it include the changing amniotic fluid bilirubin level with the gestation period. അതായത് പ്രഗ്നൻസിയിൽ 9 months ഓഫ് ജസ്റ്റേഷൻ ഉണ്ട്. അതിൽ ഡിഫറെന്റ് ജസ്റ്റേഷൻ പീരീഡിൽ amniotic fluid bilirubin ലെവലിലുള്ള ചേഞ്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടാണിത്. ആൻഡ് ഈ ഒരു ചാർട്ടിന് 3 സോൺസ് ആണുള്ളത്. ആ 3 സോണും RH ഡിസീസിന്റെ സിവിയാരിറ്റിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് നോർമലി 27 to 40 വീക്സ് വരെയുള്ള ചാർട്ടാണ് നമ്മൾ ക്ലിനിക്കലി യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, ജസ്റ്റേഷൻ പീരീഡും amniotic fluidലെ ബിലിറുബിൻ ലെവലും തമ്മിലുള്ള ഒരു ചാർട്ടാണ്. അത് 27 to 40 വീക്സ് ഓഫ് ജസ്റ്റേഷനും amniotic fluid ബിലിറുബിൻ ലെവലും തമ്മിലുള്ള ചാർട്ടാണ് നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലില്ലീസ് ചാർട്ടാണ് HDNന്റെ സിവിയാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട്. 78. Massive transfusion can lead to hypothermia, a fall in blood pH, excess of citrate, all of the above. മാസീവ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തിരിക്കുന്ന റിസീവ് ചെയ്തിരിക്കുന്ന റെസിപ്പിയന്റിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള സർട്ടൻ കണ്ടീഷനാണ്. ഒന്ന് ഹൈപ്പോതെർമിയ മീൻസ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, അവരുടെ ബോഡി ടെമ്പറേച്ചർ ഡിക്രീസ്ഡ് ആവുന്നു. പിന്നെ ബ്ലഡ് pH കുറയുന്നു, മോർ അസിഡിക് ആവുന്നു ബ്ലഡ്. നോർമൽ ബ്ലഡ് pH എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. ആൻഡ് മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ റിസീവ് ചെയ്തിരിക്കുന്നവർക്ക് ആ ബ്ലഡ് pH ഫാളിംഗ് ചാൻസ് ഉണ്ട് ബിക്കോസ് ഓഫ് ഡെക്സ്ട്രോസ് യൂട്ടിലൈസേഷൻ ഇൻ അനൈറോബിക് ഗ്ലൈക്കോളിസിസ്. പിന്നെ സിട്രേറ്റ് എക്സസ് ആവും, കാരണം ആന്റികാഗ്ലന്റ് സിട്രേറ്റ് നമ്മൾ 1:7 റേഷ്യോയിൽ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷന്റെ സമയത്ത്. സോ സിട്രേറ്റിന്റെ ലെവലും എക്സസ് ആവും. സോ ഓപ്ഷൻ ഡി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. ഇതെല്ലാം ചേഞ്ചസ് ഒബ്സർവ്ഡ് ഇൻ ദ മാസീവ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. Next one, identify a false statement regarding multiple transfusion. Whole blood transfusion is preferred. Blood less than 10 days should be used for transfusion. Patient should be given iron chelating agents. None of the above. അതായത് മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷനായി ബന്ധപ്പെട്ട ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇറ്റ് ഷുഡ് ബി 10 ദിവസത്തിനുള്ളിൽ കളക്ട് ചെയ്തിട്ട് 10 ദിവസത്തിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്ലഡ് ആയിരിക്കണം. മോർ ദാൻ 10 days ഉള്ള ബ്ലഡ് നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ അവരിൽ ഹീമോസിഡറോസിസ് ഓർ അയൺ ഓവർലോഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ കിലേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്യണം. ഓക്കെ, സോ ഇതിൽ ഓപ്ഷൻ ബിയും സിയും കറക്റ്റ് ആൻസർ ആണ്. ആൻഡ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് പ്രിഫേർഡ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് നമ്മൾ ഹോൾ ബ്ലഡ് അല്ല, ബ്ലഡ് കമ്പണന്റ് എന്താണോ ഡെഫിഷ്യൻസി, എന്താണോ ഡിസീസ് ആയിട്ടുള്ളത്, ആ ഒരു കമ്പണന്റ് മാത്രമാണ് മെയിൻലി ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറ് ഫോർ മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ. സോ ഓപ്ഷൻ എ ആണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് മൾട്ടിപ്പിൾ ട്രാൻസ്ഫ്യൂഷൻ. 80th question, which blood component is administered in von Willebrand disease? Packed red cell, cryoprecipitate, platelet concentrate, FFP. നമ്മൾ വോൺ വില്ലിബ്രാൻഡ് ഡിസീസിൽ കൊടുക്കുന്ന ബ്ലഡ് കമ്പണന്റ് ഏതാണെന്നാണ്.
നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വാട്ട് ആർ ഇൻക്ലൂഡഡ് ഇൻ എ ക്രയോപ്രസിപ്പിറ്റേറ്റ്? ക്രയോപ്രസിപ്പിറ്റേറ്റിലുള്ളത് ഫാക്ടർ 8, 13, ഫൈബ്രിനോജൻ, ഫൈബ്രോനെക്റ്റിൻ ആൻഡ് വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ ആണ്. സോ നമുക്ക് വോൺ വില്ലിബ്രാൻഡ് ഡിസീസിലും എന്ത് യൂസ് ചെയ്യാം? ക്രയോപ്രസിപ്പിറ്റേറ്റ് യൂസ് ചെയ്യാം. സോ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. Next one, which of the following methods of transfusion eliminates the risk of alloimmunization, hemolytic, febrile and allergic reaction and transmission of diseases? ഇതില് alloimmunization, hemolytic reaction, febrile and allergic reaction and disease transmission, ഇത്തരം കോംപ്ലിക്കേഷൻ, ഇതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. ഇതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്നാണ്. ഓപ്ഷൻ എ മാസീവ് ട്രാൻസ്ഫ്യൂഷൻ, ഓപ്ഷൻ ബി എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ, ഓപ്ഷൻ സി ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഹോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇതിൽ മാസീവ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ലോഡ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിൽ അലർജിക് റിയാക്ഷൻ, ഫിബ്രൈൽ റിയാക്ഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷനിലും അലർജിക് റിയാക്ഷൻ മേ ബി ഉണ്ടാവാം. ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിന്റെ തന്നെ ഒരു പേഴ്സന്റെ ബ്ലഡ് ഒരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ കമ്പണന്റ് ആക്കിയിട്ട് ആ കമ്പണന്റ് മാത്രം ആ സെയിം പേഴ്സണിന് തന്നെ റീഇൻഫ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷന്റെ ഈ എല്ലാ റിസ്ക്കും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, സച്ച് ആസ് അലോഇമ്മ്യൂണൈസേഷൻ, ഹീമോലിറ്റിക്, ഫെബ്രൈൽ ആൻഡ് അലർജിക് റിയാക്ഷൻ ആൻഡ് ഓൾസോ ഡിസീസ് ട്രാൻസ്മിഷൻ. So option C ആണ് ഇതിൽ correct answer. And what is autologous transfusion means? The collection and subsequent reinfusion of patients or blood components. Collect ചെയ്തിട്ട് ആ ബ്ലഡ് തന്നെ റീഇൻഫ്യൂസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി ഈ ഒരു പിന്നെ ഡിസീസ് ട്രാൻസ്മിഷൻ റിസ്ക് ഒക്കെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്. 82. A person who needs a red blood cell transfusion has a history of febrile transfusion reaction. Which is the component of choice in this case? അതായത് FNHTR ആണ് ഫിബ്രൈൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫിബ്രൈൽ നോൺ ഹീമോലൈറ്റിക് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. ആ ഹിസ്റ്ററിയുള്ള പേഷ്യന്റിന് നമ്മൾ ബ്ലഡ് സെൽ ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്, RBC ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് ബ്ലഡ് കമ്പണന്റ് ആണ് ചൂസ് ചെയ്യാന്നുള്ളത്. RBCന്റെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പണന്റ് ഉണ്ട്. packed red cell, fresh whole blood, leukocyte, poor red blood cell, all of the above. ഇതിൽ leukocyte poor RBC ആണ് നമ്മൾ FNHTR പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ എന്താണ് ല്യൂക്കോ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൂവൽ ഓഫ് 70% ഓഫ് ല്യൂക്കോസൈറ്റ്. ഡൊണേറ്റഡ് ബ്ലഡ് എന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് 70% എങ്കിലും ല്യൂക്കോസൈറ്റ്സ് റിമൂവ് ചെയ്യുന്നതാണ്. And the level of the leukodepletion, FNHTR prevent ചെയ്യാണ് leukodepletionന്റെ ലെവൽ, അതായത് എത്രത്തോളം WBCs റിമൂവ് ആയിരിക്കണം എന്നുള്ളത്. That is 5 into 10⁻⁷ ആണ്. 5 into 10⁻⁷ is the leukodepletion level to prevent FNHTR. Okay. 83. Intraoperative blood salvage, post-operative blood salvage, acute isovolemic hemodilution are types of PRP preparation method, exchange transfusion method, packed cell preparation method, autologous transfusion method. ഇതില് ഇൻട്രാ ഓപ്പറേറ്റീവ് ബ്ലഡ് സാൽവേജ്, അതായത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, അവരിന്ന് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആ ബ്ലഡ് തന്നെ ആവശ്യമുള്ളപ്പം തിരിച്ച് റീഇൻഫ്യൂസ് ചെയ്യുക. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലഡ് സാൽവേജ് ആഫ്റ്റർ പ്രൊസീജിയർ, ആഫ്റ്റർ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് ശേഷം നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുക. അക്യൂട്ട് ഐസോവോളിമിക് ഹീമോഡൈല്യൂഷൻസ്, ഈ എല്ലാ കണ്ടീഷൻ എന്ന് പറയുന്നത് these all are the types of autologous transfusion method. Autologous transfusion methodന്റെ types ആണ് ഈ 3 conditions. Okay, so option D ആണ് ഇതിൽ correct answer. 84. The mandatory pre-transfusion tests to be done for autologous transfusion are ABO typing and RH typing, major and minor cross matching, no tests are required, all tests including screening test. ഇതിൽ ഓട്ടോലോഗസ് ട്രാൻസ്ഫ്യൂഷൻ നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞു, പേഷ്യൻസ് ഓൺ ബ്ലഡ് ഓർ ബ്ലഡ് കമ്പണന്റ് ഇറ്റ്സെൽഫ് ഫ്രീ ഇൻഫ്യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ആൻഡ് അതുമായി ബന്ധപ്പെട്ട പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? മാൻഡേറ്ററി ആയിട്ടുള്ള ടെസ്റ്റ്,
അതിൽ ABO ടൈപ്പിംഗ് ആൻഡ് RH ടൈപ്പിംഗ് ആണ് മാൻഡേറ്ററി ആയിട്ടുള്ള പ്രീ ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അതിൽ ക്രോസ് മാച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. Okay, so option A is the correct answer for autologous transfusion. 85. Which of the following is suitable blood for exchange transfusion in case of hemolytic disease of newborn caused by ABO incompatibility? Identical blood with RH negative blood type, identical blood with RH positive blood type, blood identical to mother's blood, blood group O with RH negative blood type. അതായത് ABO incompatibility കോസ് ചെയ്യുമ്പോൾ നമ്മൾ ന്യൂബോണിൽ HDN ABO HDN കോസ് ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് ഒരു ബ്ലഡ് സെലക്ട് ചെയ്യണം. കാരണം ന്യൂബോണിലേക്ക് നമ്മൾ ബ്ലഡ് റീഇൻഫ്യൂസ് ചെയ്യണം. അപ്പം എങ്ങനത്തെ ടൈപ്പ് ബ്ലഡ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ഡെഫിനറ്റ്ലി ABO ഇൻകോമ്പാറ്റിബിലിറ്റിന്റെ കേസിൽ നമ്മൾ O ഗ്രൂപ്പ് വിത്ത് RH നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ഓർ തിയററ്റിക്കലി പറയുന്നത് O ഗ്രൂപ്പ് വിത്ത് that is O group of infant RH type. O group ആണ്, പക്ഷെ ഇൻഫന്റിന്റെ RH ടൈപ്പ് ഏതാണ് ആ ഒരു ബ്ലഡ് ആണ് നമ്മൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷന് കൊടുക്കുന്നത് ഫോർ മാനേജ്മെന്റ് ഓഫ് ABO HDN. അതിനു മുന്നേ വാട്ട് ഈസ് ABO HDN എന്ന് അറിഞ്ഞിരിക്കുക. ദാറ്റ് ഇസ് മദർ O ബ്ലഡ് ഗ്രൂപ്പ് ആവുമ്പോൾ ഫീറ്റസ് A or B ഗ്രൂപ്പ് ആവുന്നു. O ബ്ലഡ് ഗ്രൂപ്പ് മദറിന് A or B ഗ്രൂപ്പുള്ള ഫീറ്റസ് ഉണ്ടാവുന്ന സമയത്ത് അതില് A or B ആന്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ട് മദർ ബ്ലഡിൽ IgG ടൈപ്പ് ഓഫ് ആന്റി A or ആന്റി B ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഹീമോലിറ്റിക് ഡിസീസ് ഉണ്ടാക്കുന്നു ഇൻഫന്റിൽ. സോ ഇൻഫന്റിൽ നമ്മൾ ഇൻഫന്റിന്റെ RH ടൈപ്പുള്ള O ഗ്രൂപ്പ് ബ്ലഡ് ആണ് പ്രിഫർ ചെയ്യുന്നത് ഫോർ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ടു പ്രിവെന്റ് ABO HDN. ഓക്കെ, ടു പ്രിവെന്റ് അല്ല, ടു മാനേജ് ABO HDN. 86. The interval between two apheresis procedures should be at least 24 hours, 1 week, 3 months, 48 hours. അതായത് ഒരേ പേഴ്സൺ 2 പ്രാവശ്യം അഫറസിസ് ചെയ്യണമെങ്കിൽ അത് തമ്മിലുള്ള ഇന്റർവൽ എന്ന് പറയുന്നത് 48 hours or 2 days ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. Okay, 87. Of the blood oxygen carriers, which of the following has the longest shelf life? Stroma-free hemoglobin, perfluorochemical compounds, cross-linked hemoglobin, micro-encapsulated hemoglobin. ഇതിൽ ബ്ലഡ് ഓക്സിജൻ കാരിയേഴ്സിൽ ഏതിനാണ് ലോങ്സ്റ്റ് ഷെൽഫ് ലൈഫ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജന്റെ കാരിയർ. അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് വേറെ അതർ കോമ്പൗണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അതിൽ ഹീമോഗ്ലോബിൻ കോമ്പൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഷെൽഫ് ലൈഫ് കുറവാണ്. ആൻഡ് ഷെൽഫ് ലൈഫ് കൂടിയിട്ടുള്ള ഓക്സിജൻ കാരിയർ എന്ന് പറയുന്നത് പെർഫ്ലൂറോകെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ബട്ട് ഇതൊന്നും നമ്മളിപ്പോ ക്ലിനിക്കലി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, 88. Which of the following is used as sedimenting agent for granulocytophoresis? Crystalloids, albumin, hydroxyethyl starch, dexamethasone. നമ്മൾ ഗ്രാനുലോസൈറ്റോഫറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാനുലോസൈറ്റ് കമ്പണന്റ് മാത്രം സെപ്പറേറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ആ ഒരു സമയത്ത് നമുക്ക് സെഡിമെന്റിങ് ഏജന്റ് യൂസ് ചെയ്യണം അതിനെ സെറ്റിൽ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സെഡിമെന്റിങ് ഏജന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, ഹൈഡ്രോക്സിഇഥൈൽ സ്റ്റാർച്ച്. സോ ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആൻഡ് ഹൈഡ്രോക്സിഇഥൈൽ സ്റ്റാർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് 0.6% ഇൻ നോർമൽ സെലൈൻ. നോർമൽ സെലൈനിൽ നമ്മൾ 0.6% ഓഫ് ഹൈഡ്രോക്സിഇഥൈൽ സ്റ്റാർച്ച് ആണ് യൂസ് ചെയ്യുന്നത് ആസ് എ സെഡിമെന്റിങ് ഏജന്റ്. 89. A form of apheresis which is a standard therapy used for the treatment of cutaneous T-cell lymphoma and also graft versus host reaction is. നമ്മൾ ഡിഫറെന്റ് അഫറസിന്റെ ഫോം ഉണ്ട്. തെറാപ്യൂട്ടിക് അഫറസിസ് ഫോമില് ഈ രണ്ട് ഡിസീസ് ക്യൂട്ടേനിയസ് T-cell lymphoma ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ ഇതിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നത് ഏത് ഫോം ഓഫ് അഫറസിസ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ A പ്ലാസ്മ അഫറസിസ്, തെറാപ്യൂട്ടിക് ലുക്കോഫറസിസ്, ഫോട്ടോഫറസിസ് ഓർ നിയോസൈറ്റോഫറസിസ്. ഇതില്
ഫോട്ടോഎഫറസിസ് ആണ് നമ്മൾ ക്യൂട്ടേനിയസ് T-cell lymphoma ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൽ ഓരോ ഓപ്ഷനും നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ്, വാട്ട് ഇസ് ഫോട്ടോഎഫറസിസ്? ഫോട്ടോഎഫറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECP, ഇറ്റ്സ് ഓൾസോ കോൾഡ് ECP, എക്സ്ട്രാ കോർപ്പോറിയൽ ഫോട്ടോഎഫറസിസ് എന്ന് പറയും. എക്സ്ട്രാ കോർപ്പോറിയൽ ഫോട്ടോഎഫറസിസ്. അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിന് ആദ്യം നമ്മൾ ഫോട്ടോ ആക്റ്റീവബിൾ ആയിട്ടുള്ള ഡ്രഗ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യും. Then it is activated with the ultraviolet light. First, the blood is treated with a photoactivable drug and is activated by using UV light, and that is called a photopheresis. And വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് one is therapeutic leukapheresis. Therapeutic leukapheresis നമ്മൾ chronic myeloid leukemia ആണ് യൂസ് ചെയ്യുന്നത്. CML പേഷ്യന്റിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി നിയോസൈറ്റോഫെറസിസ് എന്ന് പറയുന്നത് യങ് സെല്ലിന്റെ ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ഇസ് മെയിൻലി ഫോർ തലസീമിക് പേഷ്യന്റിൽ. തലസീമിയയിലാണ് നമ്മൾ നിയോസൈറ്റോഫെറസിസ് ഓപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് പ്ലാസ്മഫെറസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സം അലർജൻസ് ആന്റിബോഡീസ് ഒക്കെ റിമൂവ് ചെയ്യാനും അതേപോലെ ഹൈപ്പർവിസ്കോസിറ്റി സിൻഡ്രോം സജസ് മൾട്ടിപ്പിൾ മൈലോമ കേസിലൊക്കെയാണ് നമ്മൾ പ്ലാസ്മഫെറസിസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ ആൻഡ് ക്യൂട്ടേനിയസ് T-cell lymphoma നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഓഫ് എഫറസിസ് ഇസ് ഫോട്ടോഎഫറസിസ്. ഓക്കെ. 90. Hemoglobin based oxygen carriers do not require dash for oxygen release. Hemoglobin based ആയിട്ടുള്ള ഓക്സിജൻ കാരിയേഴ്സിന് ആവശ്യമില്ലാത്ത സാധനം ഫോർ ഓക്സിജൻ റിലീസ്. 2,3 ഡിസ്ഫോസ്ഫോഗ്ലിസറേറ്റ്, 2,3 ഡൈഫോസ്ഫോഗ്ലൈക്കോമേറ്റ്, പെരിഡോക്സിൽ ഫോസ്ഫേറ്റ്, ത്രോംബോസോൾ. ഇതിൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത കാരിയേഴ്സ് ആണ് ചോദിച്ചത്. ആൻഡ് ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് PSC കൊടുത്തേക്കുന്നത്. 2,3 ഡൈഫോസ്ഫോഗ്ലിസറേറ്റ്. ആക്ച്വലി 2,3 ഡൈഫോസ്ഫോഗ്ലിസറേറ്റിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഹീമോഗ്ലോബിൻ ഓക്സിജൻ റിലീസ് ആവുന്നത്. ഓക്കെ. 91. As part of specific requirement, all blood units should be typed for RHD antigen and DU antigen. All RHD negative and DU positive persons are considered as D positive when they are A dash and D negative when they are dash. അതായത് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബ്ലഡ് യൂണിറ്റ്സിലും അതിന്റെ RH ടൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. സോ RHD ആന്റിജൻ ടെസ്റ്റ് ചെയ്യും. RHD ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിലും വി ഹാവ് ടു, പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ ആ ഭാഗം നോക്കേണ്ടതില്ല. പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ വി ഹാവ് ടു ചെക്ക് ഫോർ DU ആന്റിജൻ. DU എന്ന് പറയുന്നത് ഒരു വീക്ക് RH ആന്റിജൻ ആണ്. ആൻഡ് അത് എങ്ങനെയാണ് അതിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്? ഓപ്ഷൻ എയില് A റെസിപ്പിയന്റും B ഡോണറും. ഓപ്ഷൻ B മീൻസ് A ഡോണർ ആൻഡ് B റെസിപ്പിയന്റ്. ഓപ്ഷൻ C ഇസ് ഓൾവേസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ആസ് ഡോണർ ആൻഡ് ആസ് റെസിപ്പിയന്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഡോണറിന്റെ റെഡ് സെൽ റിയാക്ട് വിത്ത് പേഷ്യന്റ് സീറമാണ്. സോ ആന്റിജൻ കൊടുക്കുന്ന ആളെ ഡോണറിന്റെ ആന്റിജനും റെസിപ്പിയന്റിന്റെ ആന്റിബോഡീസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഹോൾ ബ്ലഡ് ആയിട്ട് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നില്ല എവിടെയും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കമ്പണന്റ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. അപ്പൊ കമ്പണന്റ് കൊടുക്കുമ്പോൾ മെയിൻലി റെഡ് സെൽ ഒക്കെ കൊടുക്കേണ്ട സമയത്ത് റെഡ് സെൽ കോൺസെൻട്രേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ പ്ലാസ്മ ഇല്ല. പ്ലാസ്മ ഇല്ലെങ്കിൽ ആന്റിബോഡീസ് ഇല്ല റിയാക്ട് ചെയ്യാൻ. സോ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റെഡ് സെൽ ഡോണർ സെൽ ആന്റിജൻ ആൻഡ് റെസിപ്പിയൻ ആന്റിബോഡീസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ RHD നെഗറ്റീവ് ആൻഡ് DU പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പം അവര് ഡോണറിന്റെ കേസിൽ അവരെ D നെഗറ്റീവ് ആണ് പക്ഷെ DU പോസിറ്റീവ് ആണ്. അപ്പൊ അവരെ D പോസിറ്റീവ് എന്നാണ് ലേബൽ ചെയ്യുന്നത്. ഓക്കെ. RHD നെഗറ്റീവ് ആണെങ്കിലും DU വീക്ക് D ആന്റിജൻ പോസിറ്റീവ് ആയ കാരണം അവരെ പോസിറ്റീവ് എന്നാണ് നമ്മൾ ലേബൽ ചെയ്യുന്നത്. പക്ഷെങ്കിൽ റെസിപ്പിയന്റിന്റെ കേസിൽ RHD നെഗറ്റീവ് ആൻഡ് DU പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ D നെഗറ്റീവ് എന്നാണ് ലേബൽ ചെയ്യുന്നത്. സോ D പോസിറ്റീവ് വെൻ ദേ ആർ ഡോണർ ആൻഡ് D നെഗറ്റീവ് വെൻ ദേ ആർ റെസിപ്പിയൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇഫ് RHD നെഗറ്റീവും വീക്ക് DU പോസിറ്റീവ് ആണെങ്കിൽ ഡോണർ ലേബിൾഡ് ആസ് D പോസിറ്റീവ് ആൻഡ് റെസിപ്പിയൻ ലേബിൾഡ് ആസ് D നെഗറ്റീവ്. ആൻഡ് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഡോണർ സെൽ ആന്റിജൻ ആണ് റെസിപ്പിയന്റിന്റെ ആന്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ. 92. Which of the following is false regarding quality control of ABO antisera?
ABO ആന്റിസിറുമായി ബന്ധപ്പെട്ട് QC-യിലെ false statement ആണ് ചോദിച്ചത്. ഓപ്ഷൻ A no hemolysis, ഓപ്ഷൻ B no turbidity, ഓപ്ഷൻ C clear cut reaction with a known antigen, ഓപ്ഷൻ D weekly quality assessment. ABO ആന്റിസിറോ ആയിട്ട് കറക്റ്റ് ആയിട്ട് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ ആൻസർ കീയിൽ കൊടുത്തേക്കുന്നത് വീക്ക്ലി ക്വാളിറ്റി അസസ്മെന്റ് ഓപ്ഷൻ D ആണ്. കാരണം നമ്മൾ ക്വാളിറ്റി കൺട്രോളില് വീക്ക്ലി അസസ്മെന്റ് ചെയ്യുന്നില്ല എന്നാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. Okay, that is somewhat doubtful ആയിട്ടുള്ള question ആണ്. We have to recheck it. Okay. 93. For quality assurance in RH grouping, we use monoclonal anti-D, polyclonal anti-D, blend of IgM plus IgG monoclonal anti-D, use of one IgM and one blend of IgM plus IgG. ഇതിൽ RH ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആന്റി-ഡി സിറം ആണ്, സോറി ആന്റി-ഡി റിയേജൻസ് ആണ് ഈ ഓപ്ഷനിൽ കൊടുത്തേക്കുന്ന 4. പക്ഷെങ്കിൽ ക്വാളിറ്റി അഷുറൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിൽ 1 IgM and 1 blend of IgM plus IgG. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. 94. Acceptable titer as part of quality control for monoclonal anti-A and anti-B sera is 1:32, 1:128, 1:256, 1:64. നമ്മൾ മോണോക്ലോണൽ ആയിട്ടുള്ള ആന്റി-A ആൻഡ് ആന്റി-B റിയേജൻസ് ഉണ്ട്. ആ റിയേജൻസിന്റെ ക്വാളിറ്റി കൺട്രോളിന്റെ പാർട്ടായിട്ട് അതിന്റെ ആക്സെപ്റ്റബിൾ ടൈറ്റർ, ദാറ്റ് മീൻസ് അതിൽ എത്ര കോൺസെൻട്രേഷനിൽ ആന്റിബോഡി ഉണ്ടായിരിക്കണം ആ ഒരു റിയേജന്റ് നമുക്ക് ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യണമെങ്കിൽ, അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് 1:256. 1:256 എങ്കിലും ആന്റിബോഡി ടൈറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിയേജന്റ് അക്സെപ്റ്റബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആ റിയേജന്റ് നമുക്ക് ഗ്രൂപ്പിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 95. Inclusion of O cells and autocontrol is a must in reverse grouping to rule out Bombay blood group, allo antibodies, Roulet formation, all of the above. ഇതിൽ റിവേഴ്സ് ഗ്രൂപ്പിങ്ങില് നമ്മൾ O സെൽസും ഓട്ടോ കൺട്രോളും യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് O cells and auto control? To rule out Bombay blood group, to rule out allo antibodies, to rule out Roulet formation. ഇത് മൂന്നിനും കൂടെയാണ് നമ്മൾ ഈ 2 റിയേജൻസ് യൂസ് ചെയ്യുന്നത്. കാരണം O cells യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും H ആന്റിബോഡി ഉണ്ടാവുന്നത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ മാത്രമാണ്. സോ H ആന്റിബോഡി അവരിൽ ഉണ്ടെങ്കിൽ ഈ O സെല്ലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പോസിറ്റിവിറ്റി കാണിക്കും. സോ 1 is to rule out ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ അലോ ആന്റിബോഡീസ്, ഓട്ടോ കൺട്രോൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും അലോ ആന്റിബോഡീസിന്റെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ C റൂളെ ഫോർമേഷൻ, RBCന്റെ പൈൽസ് ഓഫ് കോയിൻസ് ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്യുന്ന ഫോമിനെയാണ് റൂളെ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂളെ ഫോർമേഷൻ ചിലപ്പോൾ നമ്മൾ അഗ്ലൂട്ടിനേഷനുമായിട്ട് തെറ്റിദ്ധരിച്ചു പോകാം. ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റൂളെ ഫോർമേഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻ D എന്ന് പറയുന്നത് ഓൾ ദ എബോവ്. സോ ഓപ്ഷൻ D ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ O സെൽസും ഓട്ടോ കൺട്രോളും റിവേഴ്സ് ഗ്രൂപ്പിംഗിൽ ആഡ് ആക്കിയിട്ടിരിക്കുന്നത്. 96. Polyspecific anti-human globulin is usually available as a combination of anti-IgG and anti-complement component except anti-C3D, anti-C4D, anti-C1B, anti-C3C. ഇതിൽ പോളിസ്പെസിഫിക് AHG or Coombs reagent, anti-human globulin reagent നമുക്ക് ഡിഫറെന്റ് കോമ്പിനേഷനിൽ അവൈലബിൾ ആണ്. അതിൽ anti-IgG and anti-complement component അതിന്റെ കോമ്പിനേഷൻ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ഏത് കോംപ്ലിമെന്റ് ആണ് ഇതിൽ ഇല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്, എക്സെപ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, anti-C4D ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. കാരണം anti-C3D, anti-C1B and anti-C3C ഈ എല്ലാ കോംപ്ലിമെന്റ് കമ്പോണന്റും anti-IgGന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓൺലി anti-C4D മാത്രമാണ് ഈ കോമ്പിനേഷൻ ഇല്ലാത്തത്. ഓക്കെ, 97. All records and registers pertaining to blood bank should be maintained for. ഇതെല്ലാം ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ആഡ് ആക്കിയിട്ടുണ്ട് അവര്. ആൻഡ് ഇതിൽ ചോദിച്ചേക്കുന്നത് നമ്മളെ ബ്ലഡ് ബാങ്കിൽ ഒരുപാട് രജിസ്റ്റേഴ്സും റെക്കോർഡ്സും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എത്ര കാലം വരെ സൂക്ഷിക്കണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് ഓപ്ഷൻ C 5 years ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ.
ഓക്കെ, 5 വർഷം വരെ ബ്ലഡ് കമ്പണൻസിന്റെ സ്റ്റോറേജ് ഒന്നും അല്ല ചോദിച്ചത്, ആ രജിസ്റ്റേഴ്സ് ഒക്കെ എത്രത്തോളം കാലം സ്റ്റോർ ചെയ്യണം എന്നാണ്. ആൻഡ് 5 years, ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 98. All blood banks in India is regulated by Drug and Cosmetic Act, State Drug Licensing Act, Food and Drug Administration Act, Occupational Safety and Health Administration. ഇതിൽ ഇന്ത്യയിൽ ബ്ലഡ് ബാങ്ക് റെഗുലേറ്റ് ചെയ്യുന്നത് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് ആണ്, ഓപ്ഷൻ എ ആണ്. ആൻഡ് ബ്ലഡ് ബാങ്കിലെ പ്രോഡക്ട്സ് ആൻഡ് റിയേജൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആക്ട് ആണ്, FDA ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ബ്ലഡ് ബാങ്ക് ഇസ് റെഗുലേറ്റഡ് ബൈ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ബട്ട് ദ പ്രോഡക്റ്റ് ബ്ലഡ് ബാങ്ക് റിലേറ്റഡ് പ്രോഡക്റ്റ് ഇസ് റെഗുലേറ്റഡ് ബൈ FDA, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആക്ട്. 99. As part of occurrence reporting, a sentinel event is that defined as. എന്താണ് sentinel event എന്നാണ് ചോദിച്ചിരിക്കുന്നത്. It's any process which did not affect the outcome, a complication that occurred to the donor, an occurrence not attributed to a person's an occurrence not contributed to a person's mistake എന്നാണ്. ഇതൊരു ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഓപ്ഷനിൽ. സി ഓപ്ഷൻ എന്ന് പറയുന്നത് an occurrence not attributed to a person's mistake. And option D is an unexpected occurrence involving death or serious injury. Actually sentinel event എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's an അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന സീരിയസ് ഇഞ്ചുറി ഓർ ഡെത്ത് ആണ്. ആ ഒരു ഒക്കറൻസിനെയാണ് സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് സെന്റിനൽ ഇവന്റ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എൻ അൺഎക്സ്പെക്റ്റഡ് ഒക്കറൻസ് ഇൻവോൾവിംഗ് ഡെത്ത് ഓർ സീരിയസ് ഫിസിക്കൽ ഓർ സൈക്കോളജിക്കൽ ഇഞ്ചുറി. ഒന്നിക്കൽ ഫൈനൽ ഡെത്ത് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി. ഇഞ്ചുറി മീൻസ് ലിംബ്, നമ്മുടെ ലിംബ് ലോസ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലിംബിന്റെ ഫങ്ഷൻ ലോസ് ആവുക, ഓർ സൈക്കോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി. ഇതിന്റെയൊക്കെ ഒക്കറൻസിനെയാണ് നമ്മൾ സെന്റിനൽ ഇവന്റ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി is the correct answer. And last question is, periodic medical audit in blood bank is to be conducted by Biosafety Assurance Committee, Quality Assurance Committee, Hospital Transfusion Committee, BTS Committee. ഇതില് ബ്ലഡ് ബാങ്കില് പീരിയോഡിക് ആയിട്ട് സർട്ടൻ റിപ്പീറ്റഡ് പീരീഡ്സിൽ നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് നടത്തേണ്ടതുണ്ട്, കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് മെയിൻലി ഹോസ്പിറ്റൽ ട്രാൻസ്ഫ്യൂഷൻ കമ്മിറ്റിയാണ് ഈ ഒരു മെഡിക്കൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, താങ്ക് യു എവ്രിവൺ, താങ്ക് യു ഫോർ ലിസണിങ്.